നാമത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. Praise God, Jesus. Hallelujah. ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ. നിന്നിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവമേശുവല്ലയോ. ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ. നിന്നിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവമേശുവല്ലയോ. ഹല്ലേലൂയ. വിജയം ഘോഷിക്കാം, അല്ലലെല്ലാം മറന്നോർത്തു പാടാം, എല്ലാം ചേർന്നാഘോഷിക്കാം, വല്ലവനെ എന്നും ആരാധിക്കാം. വിജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ. നിന്നിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന യേശുവല്ലയോ. കണ്ണുനീർ കാണുവാൻ കൊതിച്ച ശത്രുക്കൾ ചിന്ന ഭിന്നമായി പോയി. കഷ്ടത വരുത്തുവാൻ ശ്രമിച്ച വിരോധികൾ കഷ്ടത്തിലായി പോയി. കർത്താവിന്റെ കൃപ കൂടെയുള്ളപ്പോ കൺമണി പോലവൻ കാത്തുകൊള്ളൂ. കർത്താവിന്റെ കൃപ കൂടെയുള്ളപ്പോൾ കൺമണി പോലവൻ കാത്തുകൊള്ളും. ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ. ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവമേശുവല്ലയോ. യൂസഫിനെ സ്വന്തം സഹോദരങ്ങൾ കൊട്ടക്കണ്ണലിട്ട് കളഞ്ഞപ്പോഴും ഹല്ലേലൂയ അവിടെ യൂസഫിനെ ദൈവം കൈവിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. തൊട്ടക്കണ്ണന്റെ എല്ലാവരുടെയും ദൈവം ഹല്ലേലൂയ യോസഫിനെ കാത്തു. തക്ക സമയത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടുന്നത് പോലെ തൊട്ടക്കീലേറിന്റെ ഏകാന്തതയിലും പൊട്ടിത്തകർന്നിടല്ലേ. പൊട്ടിത്തെറിഞ്ഞിട്ടിൽ നിന്ദിതനായാലും നിരാശനായിടല്ലേ. ദൈവം മാനിച്ചിടൂ, പരമനും നിന്നെ മാനിച്ചിടൂ. പിന്നത്തെ ദൈവം മാനിച്ചിടൂ, പരമനും നിന്നെ മാനിച്ചിടൂ. ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ. ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവമേശുവല്ലയോ. ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ. ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവമേശുവല്ലയോ. ഹല്ലേലൂയ. വിജയം ഘോഷിക്കാം, അല്ലെല്ലാം മറന്നാർത്തു പാടാം, എല്ലാവും ചേർന്നാഘോഷിക്കാം, വല്ലവനെ എന്നും ആരാധിക്കാം. വിജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ. ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന യേശുവല്ലയോ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഓരോ ദിവസവും ജയോത്സവമായി നടത്തുന്ന നമ്മുടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. ഹല്ലേലൂയ.
നാം എപ്പോഴും കർത്താവിൻ്റെ പാദത്തിലായിരിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ നന്മകളെ ഓർത്താൽ നമുക്ക് എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. ഹല്ലേലൂയ. ഏത് ഭാരം വന്നാലും ഏത് പ്രയാസം വന്നാലും ഹല്ലേലൂയ. എന്നാലും ദൈവം ചെയ്ത നന്മയ്ക്ക് ഒത്തോണമല്ല നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും. അത്രമാത്രം നന്മ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഒരു പാട്ടുകൂടെ പാടി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. യേശുവെ നിനക്കിത് പാടുന്ന വെച്ച് നീ മതിയെ എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം. അറിയാവുന്നവരെ ചേർന്ന് പാടി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എപ്പോഴും നിന്നെ ആടി സ്തുതിച്ചാൽ ആനന്ദമേ. എപ്പോഴും നിന്നെ ക്രിസ്തു സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ഗ്ലോറിസൺ ജോസഫ് ബാംഗ്ലൂരിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും അപ്പോൾ തന്നെ ശുശ്രൂഷയിൽ സമയം ലഭിക്കുമ്പോഴൊക്കെയും അതിനുവേണ്ടി കർത്താവ് അയക്കുന്ന ഇടത്തും ഇതുപോലെ സൂം മീറ്റിങ്ങുകളിലും ഒക്കെ ദൈവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കൂട്ടായ്മയിൽ ഇന്ന് കടന്നു വന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാരുണ്ട്. അനിയൻ കുഞ്ഞു പാസ്റ്ററൊക്കെ സാംസങ് എന്നൊക്കെ ഇട്ടേക്കുന്നത്. അതിന് അനിയൻ കുഞ്ഞു പാസ്റ്റർ എന്നിടുമ്പോഴാണ് ഞങ്ങൾക്കൊരു സന്തോഷം. സ്തോത്രം. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ വിലയേറിയ നാമത്തില് ഞാന് വളരെ സ്നേഹത്തോടെ ആദരവോടെ എല്ലാവരെയും കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും കർത്താവ് നമ്മൾ ഓരോരുത്തരും കൂടി ഇങ്ങനെ ഈ കൂട്ടായ്മ നടത്തുവാൻ ദൈവം സഹായിക്കുന്നുവല്ലോ. കൈത്താങ്ങൾ തരുന്ന പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയെ സഹകരിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ശനിയാഴ്ച എനിക്ക് മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒന്ന് ജസ്റ്റ് നിങ്ങളോട് ജോയിൻ ചെയ്ത് പറയുന്നത് കേട്ടു എന്നല്ലാതെ അറ്റൻഡ് ചെയ്യാൻ അത്രേ സാധിച്ചുണ്ടായിരുന്നുള്ളൂ. കാരണം ഇന്റർനെറ്റിന്റെ പ്രശ്നം കൊണ്ട്. എന്നാൽ ഇന്ന് കറണ്ടൊക്കെ ഉണ്ട്. കർത്താവിന്റെ കൃപയാല് വീഡിയോ ഒക്കെ ഓണാക്കി ഇരുപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരത്തിൽ ബലഹീന രോഗികളായിരുന്ന പ്രിയപ്പെട്ട കെ മാത്യു അപ്പച്ചൻ കബൂർത്തല സ്തോത്രം ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഏറിയ ദിവസങ്ങളായിട്ട് ശാരീരികമായി വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയി ചില ആഴ്ചകളായിരുന്നു. ഞാൻ പലപ്പോഴും വിളിച്ച് അന്വേഷിക്കുകയും കർത്താവിന്റെ ദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ ഇടയായി. ജോയിൻ ചെയ്യുവാൻ കഴിഞ്ഞല്ലോ. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. സ്തോത്രം. ഇന്നത്തെ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാനായിട്ട് ഒരു നിമിഷം എല്ലാവരും ഒന്ന് അവനവൻ തന്നെ ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് സമയം വേർതിരിക്കുന്നില്ല. ഒരു നിമിഷം പ്രിയ മകനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ നടുവിൽ കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കാനായിട്ട് ഹല്ലേലൂയ കർത്താവ് സഹായിച്ചാട്ട് അതിനായി ഏൽപ്പിക്കുന്നു. പിതാവേ, മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. തുടർന്ന് ദൈവം തന്നെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. എന്റെ ശബ്ദം കേൾക്കാമോ കാണാമോ? ഓക്കെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഒരു കൂട്ടായ്മയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും പേര് ഒരുമിച്ച് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വളരെ പ്രാർത്ഥനയോടെ വളരെ ദൈവസാന്നിധ്യ ബോധത്തോടെ വളരെ ഗൗരവത്തോടെ ഈ മീറ്റിങ്ങുകളെ കാണുകയും അതിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന പ്രിയ ആന്റി, ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാർ, എന്റെ പിതാവിനേക്കാൾ പ്രായമുള്ള അപ്പച്ചന്മാരൊക്കെ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ കുമ്പി വചനം പറയാനുള്ള ഒരു യോഗ്യത ഉണ്ടായിട്ടല്ല, കൃപയാൽ കർത്താവ് എനിക്കും തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്നിലൂടെ ദൈവം സംസാരിക്കണേ എന്ന് പ്രാർത്ഥിക്കും എന്നുള്ളൊരു ഉറപ്പിലാണ് ഞാൻ ഇന്നും ഈ ഗ്രൂപ്പിലായിരിക്കുന്നത്. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഒരിക്കൽ കൂടി ഇങ്ങനെ ദൈവവചനവുമായി നിൽക്കാൻ അവസരം ഒരുക്കി തന്ന പ്രിയ ലീഡർഷിപ്പിനോടും കർത്താവിന്റെ ദൈവത്തോടും നന്ദി പറയുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണമേ. ഈ വചനം പറയുന്ന പൈതൽ അവന്റെ ബുദ്ധിയിൽ നിന്നോ അവന്റെ ചിന്തയിൽ നിന്നോ ഒന്നും പറയല്ലേ. പരിശുദ്ധാത്മാവനിലൂടെ സംസാരിക്കണമേ. ഒരു വ്യക്തിയുടെ കഴിവ് കാണിക്കാനുള്ള ഇടമല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഒരു കഴിവല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഒരു ദൈവശബ്ദമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാനുഷികമായ കുറെ ഒച്ചയല്ല, മറിച്ച് അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം.
കർത്താവെ, ഞങ്ങൾ ആവലോടെ ആർത്തിയോടെ ദൈവസേനയിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളോട് സംസാരിച്ച പരിശുദ്ധാത്മാവെ, ഇന്നും ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. ഓരോ ഉള്ളങ്ങളും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നന്നായി അറിയുന്ന പരിശുദ്ധാത്മാവിന് മാത്രമാണ്. പുറമേ കാണുന്ന അവസ്ഥകളിലൂടെ അല്ലല്ലോ ഞങ്ങൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയമിടിപ്പുകൾ വരെ നന്നായി അറിയുന്ന ദൈവമേ, ഇന്ന് രാത്രിയും ഞങ്ങളോട് അങ്ങ് സംസാരിക്കുമാറാകണമേ. ഒന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥയിലായിരിക്കാം. വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല, വൻതുമ്പ നേരത്തിലും എന്നെ പിരിയുകില്ല, എന്നെ നടത്തുന്നോനെന്നും കൂടുള്ളോൻ നിൻ സ്നേഹം ആഗാധമേ, എന്നെ നടത്തുന്നോനെന്നും കൂടുള്ളോൻ നിൻ സ്നേഹമാഗാധമേ. യേശുരാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. ഓ സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഒരുമിച്ച് പാടാമോ? നിൻ തിരു സന്നിധിയിൽ ഞാൻ ഇന്ന് കുമ്പിടുന്നു, യേശുവേ. നിൻ തിരു സന്നിധിയിൽ ഞാൻ ഇന്ന് കുമ്പിടുന്നു, എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാൻ ഇന്ന് കുമ്പിടുന്നു, എൻ ക്രിയയാലല്ല നിൻ ദയയാൽ മാത്രം ഞാൻ ഇന്ന് കുമ്പിടുന്നു. ഒരുമിച്ച് യേശുരാജാവിന് സ്തുതി, രാജാവിന് സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാമേശുവേ. സ്തുതികളിന്മേൽ ഇറങ്ങി വസിക്കുന്നവനായ വലിയവനായ ദൈവമേ, കർത്താവ്, ഇന്ന് ഈ ഭവനങ്ങൾക്കകത്ത് നിന്ന്, ഞങ്ങളുടെയൊക്കെ കൊച്ചു ഭവനങ്ങൾക്കകത്ത് നിന്ന് അങ്ങേക്ക് സ്തുതികൾ ഉയരുമ്പോ ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ സ്തുതികളിന്മേൽ വസിക്കുന്നവനായ ഒരു ദൈവസ്ഥാനം, അങ്ങയുടെ സാന്നിധ്യം, ശക്തമായ സാന്നിധ്യം തുടർന്നുള്ള സമയങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കട്ടെ. അടിയന്റെ മേൽ അധികമായി പകരണമേ, അധികമായ അഭിഷേകം പകരണമേ, അധികമായി ദൈവകൃപ പകരണമേ, ഞങ്ങളിൽ ഒരു വലിയ ദൈവശക്തി പകരണമേ. കർത്താവെ, ഞങ്ങളെ ഒന്നുകൂടി ഒരുക്കുമാറാകണമേ, ഒരു വലിയ ദൈവ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരുവചനത്തിലേക്ക് തിരിക്കാം. മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായം ആദ്യത്തെ പാരഗ്രാഫ് ആണ് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു മിനിറ്റ്, 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ മാത്രം നമുക്കിപ്പോ പ്രാരംഭമായി നമുക്ക് ചിന്തിക്കാം. മത്തായി സുവിശേഷം 25-ാം അധ്യായം 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കാമോ? സ്വർഗരാജ്യം മണവാളിന് എതിരെ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട് 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ
ബുദ്ധിയുള്ളവരോട് താങ്കളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. താങ്ക് യു ആന്റി. വളരെ പരിചിതമായ എല്ലാവർക്കും ഒരുപക്ഷെ സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ അറിയുന്ന 10 കന്യകുമാരുടെ ഉപമയാണ്. ഇന്ന് കർത്താവ് എൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഒരു സന്ദേശം, ഗെറ്റ് റെഡി ഫോർ റിസീവ് യുവർ ബ്ലെസ്സിങ്സ് എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ടൈറ്റിലാ. ബി ഗെറ്റ് റെഡി ഫോർ റിസീവ് യുവർ ബ്ലെസ്സിങ്സ്, ബി ഗെറ്റ് റെഡി ഫോർ ഓപ്പൺ ഡോഴ്സ്. ഇതൊന്നും എൻ്റെ അകത്ത് തന്നിട്ടില്ല. കർത്താവ് തന്ന സന്ദേശം, ഗെറ്റ് റെഡി ഫോർ റിസീവ് അവർ ലോർഡ് ജീസസ്. കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒരുപക്ഷെ കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പ് നമ്മൾ എപ്പോഴും കേട്ടിരുന്ന ഒരു പ്രസംഗ വിഷയമായിരുന്നു, മാറാനാഥ, കർത്താവ് വരാറായി. അന്നത്തെ ഒരു പശ്ചാത്തലം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മമ്മിയുടെ ഒക്കെ വീട്ടില് ആ തുടക്ക കാലത്തൊക്കെ നമ്മുടെ പപ്പായയുടെ തണ്ടില് മണ്ണെണ്ണയൊക്കെ നിറച്ച് ചൂട്ടൊക്കെ കത്തിച്ച് രാവിലെ തൊട്ട് വൈകിട്ട്, ആരെയാണ് സംസാരിക്കുന്നെങ്കിലും മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണേ. സോ ചൂട്ടൊക്കെ കത്തിച്ച് പകല് തൊട്ട് വൈകിട്ട് വരെ പണിയെടുത്ത് നടു ഒടിഞ്ഞാലും 3-4 കിലോമീറ്റർ ഒക്കെ പാറയും കയറി കുന്നും കയറി നടന്നുപോയി ഓരോ കൂട്ടായ്മയ്ക്കൊക്കെ കുഞ്ഞ് വീടുകളിലൊക്കെ ചെന്നിരുന്ന് ആത്മനിറവോടെ ദൈവത്തെ ആരാധിച്ച് അവര് സ്തോത്രം പറഞ്ഞിരുന്നത്, അവരുടെ അകത്ത് ആവേശത്തോടെ സന്തോഷത്തോടെ ഇരട്ടി ബലത്തോടെ അവരൊക്കെ തിരിച്ചു വന്നിരുന്നത് കർത്താവ് നിങ്ങളെ ഉടനെ അനുഗ്രഹിക്കും എന്നുള്ളൊരു വചനം കേട്ടിട്ടല്ല. അവരുടെ അകം കത്തിയിരുന്നത്, അവരുടെ ഉള്ളം സന്തോഷിച്ചിരുന്നത് എന്റെ കർത്താവ് വരാറായെന്നും ഇന്നത്തെ കഷ്ടതകളും ഇന്നത്തെ പ്രതിസന്ധികളും ഈ കാലഘട്ടങ്ങൾക്കൊക്കെ അപ്പുറത്ത് എനിക്കൊരു നിത്യത ഉണ്ടെന്നുള്ള വചനം കേൾക്കുമ്പോ തുള്ളിച്ചാടി കർത്താവിനെ ആരാധിച്ചിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഓഡിയൻസ് മാറിയപ്പോ പ്രാസംഗികരും മാറി. ആരുടെ കുറ്റാണെന്ന് അറിയില്ല. പക്ഷെ ഇന്ന് കർത്താവ് എന്നെ ഏൽപ്പിച്ചെന്ന് ഒറ്റ കാര്യം പറയാം, ഇന്നകത്ത് ആർ യു റെഡി ടു റിസീവ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്? ഒരു പക്ഷേ എത്ര പേർക്ക് സന്തോഷം ആവേശം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഇതുപോലെ നമ്മളെ ആവേശപ്പെടുത്തുന്ന മറ്റൊരു സന്ദേശം തിരുവചനത്തിൽ ഇല്ല. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. ഈ ലോകത്തിലെ കഷ്ടതകളൊക്കെ തീരാറായി. ഈ ഒരു ദൈവിക സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ഒരുമിച്ച് തിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, എന്താണ് സ്വർഗരാജ്യത്തെ മണവാളനെ എതിരേൽക്കാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യമാകും. ദൈവരാജ്യത്തിന് തന്നെയാണ് സ്വർഗരാജ്യം എന്നുള്ള പദം കൊണ്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ മനുഷ്യർ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ശക്തമായ സന്ദേശം അവിടെ പറയുകയാണ്. ഈ സന്ദേശത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 10 കന്യകമാർ എന്ന് വേദപുസ്തകം തന്നെ പരിചയപ്പെടുത്തുന്ന 10 പേർ. കന്യകമാരെന്ന് വേദപുസ്തകത്തെ മത്തായി രേഖപ്പെടുത്തി വെക്കണമെങ്കിൽ, അവരുടെ 10 വെർജിൻസ് എന്ന് അവരിൽ നിന്ന് രേഖപ്പെടുത്തി വെക്കണമെങ്കിൽ അവരുടെ ജീവിതം വിശുദ്ധിയോടെ ജീവിച്ച 10 പേര് തന്നെയാണ് ഈ 10 പേരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. വിശുദ്ധിയോടെ ജീവിച്ചവർ, സമൂഹത്തിന്റെ മുമ്പിൽ ഒരു കോട്ടവുമില്ലാതെ മാന്യമായി ജീവിച്ച 10 പേര് തന്നെയാണ് അവിടെ നമുക്ക് ഉപമിക്കാനായിട്ട് കർത്താവ് തെരഞ്ഞെടുത്ത 10 പേരെന്ന് പറയുന്നത്. ഈ 10 പേരുടെ കയ്യിലും വിളക്കുമുണ്ട്. ഓക്കെ, 10 പേരുടെ കയ്യിലും വിളക്കുമുണ്ട്. വിളക്കെടുത്തുകൊണ്ട് 10 പേരും പുറപ്പെട്ടതാണ്. ആ വാക്ക് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. 5 പേര് പുറപ്പെട്ടു. 5 പേര് വീട്ടിലിരുന്നവരല്ല, അവരും എന്തൊക്കെയോ വിട്ടുകളഞ്ഞവരാണ്. അവരും എന്തിനൊക്കെയോ വേണ്ടി പുറപ്പെട്ടതാണ്. ഞാൻ ഒന്നും കൂടി പറയാം. അവിടെ എഴുതിയിട്ടുള്ള വാക്ക് ഇങ്ങനെയാണ്, എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർ. എന്തൊക്കെയോ വേണ്ടെന്ന് വെച്ചവരാണ്, എവിടുന്നൊക്കെയോ ഇറങ്ങിയവരാണ് 10 പേരും. 10 പേരുടെയും കയ്യിൽ വിളക്കുണ്ടായിരുന്നു. പുറപ്പെട്ടു വന്ന 10 പേരുടെ മേൽ വിളക്കുള്ള 10 പേര്. പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്ന അടുത്ത കാര്യം പറയട്ടെ,
10 പേരുടെ അകത്ത് വാസ്തവമായ ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് എന്റെ മണവാളനെ എതിരേൽക്കണം. മണവാളൻ വരുമ്പോ ഈ 10 കന്യകുമാരും ആ മണവാളനെ എതിരേൽക്കാൻ വേണ്ടി വിളക്കുമായിട്ട് ചെല്ലുമ്പം ഏറ്റവും കത്തുന്ന വിളക്കുമായിട്ട് എന്റെ വിളക്ക് ഏറ്റവും കത്തി നിൽക്കണം, എന്റെ വിളക്ക് മണവാളന്റെ ശ്രദ്ധയിൽപ്പെടണം, മണവാളൻ കാണുന്ന വിധത്തിൽ, മണവാളൻ ശ്രദ്ധിക്കുന്ന വിധത്തിൽ എന്റെ വിളക്കും കത്തണം. ഈ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇവര് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്, ഈ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ടത്. പക്ഷെ എടുത്ത കൂട്ടത്തിൽ 10 പേരുടെ, ഈ 10 പേരുടെയും തമ്മില് പുറമേ നോക്കുമ്പോ ഒരു വ്യത്യാസം നമുക്ക് കാണാനില്ല. 10 പേരുടെയും കയ്യിൽ വിളക്കുണ്ട്, 10 പേരും പുറപ്പെട്ടവരാണ്, 10 പേരും ആഗ്രഹിക്കുന്നത് മണവാളനെ എതിരേൽക്കാനാണ്. ഇങ്ങനെ ഒരു 10 പേരുടെ കൂട്ടത്തിൽ പകുതി പേരും, വേദപുസ്തകത്തിനകത്ത് ഒത്തിരി വാക്യങ്ങൾ വേറെ വായിച്ച് കേൾപ്പിക്കാൻ പറ്റും. 2 പേർ തിരുകല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ, 2 പേർ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരാൾ മാത്രം എടുക്കപ്പെടുന്നു, ഒരാൾ ബാക്കി നിർത്തുന്നു. 50-50 ആക്കി തിരിക്കുക, 10-1 തിരിച്ചാൽ പിന്നെയും നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ 10 പേരിൽ 5 പേരും ഒന്നായി, 5 പേരും മറ്റൊരു വിഭാഗത്തിലായി. ഇവരിൽ വ്യത്യാസമുണ്ടായത് എവിടെയാണെന്നറിയാമോ? കാഴ്ചയിലല്ല, ഇവരുടെ കഴിവിൽ. 10 പേരും മിടുക്കരാ, 10 പേരും വിശുദ്ധിയോടെ ജീവിച്ചവരാ. ഒരു പക്ഷെ 10 പേർക്കും നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കാം, 10 പേർക്കും സോഷ്യലി നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കാം, 10 പേരുടെയും കയ്യിൽ വിളക്കുണ്ടായിരിക്കാം. പക്ഷെ ഇതിനകത്തൊരു വ്യത്യാസം വന്നത് ഒരുക്കത്തിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു, പ്രിപ്പറേഷന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു. ബൈബിൾ ഏറ്റവും, ഞാൻ വിഷയം മാറിപ്പോകുന്നില്ല, വേദപുസ്തകം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഒരുക്കുക എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, തന്റെ കാന്തയോ തന്നെ താൻ ഒരുക്കുന്നു. വ്യക്തിപരമായി, പേഴ്സണലായി ഉള്ള ഒരു ഒരുക്കമാണ് അവിടെ വ്യത്യാസം കൊണ്ടുവന്നത്. ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ ആലയത്തിനകത്ത് നമ്മൾ എല്ലാവരുടെയും പോലെ നമ്മളും പിടിച്ചു നിൽക്കുന്നുണ്ടാവാം, മറ്റുള്ള എല്ലാവരുടെയും പോലെ നമുക്ക് നിൽക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഞാനൊരു പാസ്റ്റർ മോനായതുകൊണ്ട്, ജനിച്ചപ്പോ തൊട്ട് ചർച്ചിൽ കളിച്ചു വളർന്ന ഒരാളായതുകൊണ്ട്, ചർച്ചിനകത്ത് എങ്ങനെ നിൽക്കണമെന്നും എങ്ങനെ നിൽക്കണമെന്നും മറ്റുള്ളവർക്ക് പ്രസാദിപ്പിക്കാമെന്നും ഒക്കെ നമുക്കറിയാം. ഒരു കാലത്ത് അങ്ങനെയും ചെയ്തും വന്നതാ. പക്ഷെ എവിടെയൊക്കെയോ പരിശുദ്ധാത്മാവായിട്ട് കണക്ട് ചെയ്തപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നത്. നമ്മുടെ പ്രത്യേകത, 10 പേരുടെ പ്രത്യേകത, ഇവരെല്ലാവരും ഇറങ്ങി പുറപ്പെട്ടത് സൊസൈറ്റിയെ എതിരേൽക്കാനല്ല, സമൂഹത്തെ എതിരേൽക്കാനല്ല, ഏതെങ്കിലും പാസ്റ്ററെ എതിരേൽക്കാനല്ല, ഏതെങ്കിലും പ്രസ്ഥാനത്തെ എതിരേൽക്കാനല്ല. നമ്മളൊക്കെ ഒരുങ്ങിയിരിക്കുന്നത് നമ്മുടെ മണവാളനെ എതിരേൽക്കാനാണ്, നമ്മുടെ കർത്താവിനെ എതിരേൽക്കാനാണ്. അത് നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ആ ദാഹം കത്തിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയാം. ഇന്ന് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുഖ്യമന്ത്രിയെ ഒന്ന് മീറ്റ് ചെയ്യാൻ, ഒന്ന് പേഴ്സണലി കാണാൻ ഒരു അവസരം കിട്ടിയെന്നിരിക്കട്ടെ. ഞാൻ ഒരു പക്ഷേ ഇതിലും മെച്ചപ്പെട്ട ഷർട്ട് നോക്കിയെടുക്കും, ഇതിലും മെച്ചപ്പെട്ട നിലയിൽ ഒന്നൊരുങ്ങും, ഏറ്റവും നന്നായിട്ട് ഞാൻ എന്നെ തന്നെ പ്രസന്റ് ചെയ്യും. കാരണം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ, ഏറ്റവും പ്രസിദ്ധൻ എന്ന വാക്കിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കും. ആരും എന്നോട് പറഞ്ഞു തരണ്ട, എടാ അന്ന് രാവിലെ കിടന്ന് അലാറം വെച്ചിട്ട് എണീക്കണേന്ന് ആരും പറയണ്ട. 9 മണിക്കാണ് എനിക്ക് മീറ്റ് ഉള്ളതെങ്കിൽ ഞാൻ 5 മണിക്കേ ചിലപ്പോൾ എഴുന്നേൽക്കും. ഞാൻ അന്ന് രാത്രി ചിലപ്പോൾ ഉറങ്ങത്തേ ഇല്ല. ഞാൻ എന്നെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കും. കാരണം എനിക്കറിയാം ഞാൻ ആരെയാ മീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അത് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും എടുത്തു വെക്കും, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ക്രമപ്പെടുത്തും. അതിന് ഞാൻ അന്നത്തെ ദിവസത്തേക്ക് രാവിലത്തേക്ക് ഞാൻ വെക്കോ? ഇല്ല, അത് ഞാൻ തലേദിവസത്തേക്ക് തന്നെ ഒരുക്കി വെച്ചിട്ട് കിടക്കും. കാരണം ആരെ കാണാൻ പോകുന്നെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ പറയട്ടെ, ഇന്ന് ഡേറ്റും ടൈമും സൂചിപ്പിക്കാത്ത ഒരു ഇൻവിറ്റേഷൻ നമ്മുടെ തന്നിട്ടുണ്ട്. ഡേറ്റ് അതിനകത്ത് കൊടുത്തിട്ടില്ല, ടൈം അതിനകത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ അതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്, യേശു പറഞ്ഞതുപോലെ ജനിച്ചെങ്കിൽ, യേശു പറഞ്ഞതുപോലെ മരിച്ചെങ്കിൽ, യേശു പറഞ്ഞതുപോലെ ഉയർത്തെങ്കിൽ, എന്റെ കർത്താവ് പറഞ്ഞതുപോലെ വീണ്ടും വരും. ആ അകത്ത് പ്രത്യാശയുള്ളവര്, ഞാൻ അപ്പകത്ത് കത്തുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് നാളെ ഒരുങ്ങാൻ സമയമില്ല, ഏത് സമയം എന്റെ കർത്താവ് വരും. ഒരുങ്ങിയിരിക്കാൻ നമ്മുടെ അകത്ത് കർത്താവ് ഇന്ന് രാത്രിയും ഉത്സാഹിപ്പിക്കട്ടെ, പ്രചോദിപ്പിക്കട്ടെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഈ 10 പേരുടെ ഉപമകൾ പറഞ്ഞു വരുമ്പോ ഇവര്
10 പേരിൽ 5 പേര് ഉറങ്ങി എന്നാണോ എഴുതിയിരിക്കുന്നത്? അവിടെ എഴുതിയിട്ടുള്ള ഒരു വാക്കുണ്ട്, മണവാളൻ വരുന്നവരെയും എല്ലാവരും മയക്കം പിടിച്ചു, എല്ലാവരും ഉറങ്ങി. ഈ 10 പേർക്കും മയക്കം പിടിച്ചതാ, 10 പേരും ഉറങ്ങിയതാ. മാനുഷികമായി പറഞ്ഞാൽ മയക്കവും ഉറക്കവും ഒക്കെ വന്നതാ. പക്ഷേ ആ ആർപ്പുവിളി കേട്ടപ്പോ ഈ 5 പേര് പിന്നെ ഉറങ്ങിപ്പോയില്ല, അവരും എഴുന്നേറ്റതാ. പക്ഷെ എഴുന്നേറ്റപ്പം ഒറ്റ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, അവരുടെ വിളക്ക് കത്താത്തതായിരുന്നില്ല അവരുടെ പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് കെട്ടുപോകുന്നതായിരുന്നു അവരുടെ പ്രശ്നം. ഇനി ഇതായിരുന്നു, ഞാൻ ആ കോണ്ടെക്സ്റ്റ് ഒന്ന് വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഒന്നാമത്തെ ചിന്ത ഞാൻ പറയട്ടെ, ഇവിടെ കന്യകമാരുടെ ഒരുക്കത്തെ കുറിച്ചാണ് ഏറ്റവും അധികം എംഫസൈസ് ചെയ്യുന്നത്. വിശുദ്ധിയോടെ ജീവിച്ചവർ, ഞാൻ എൻ്റെ നോട്ടത്തിൽ പറഞ്ഞ ഞാൻ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, എൻ്റെ ലൈഫ് നീറ്റാണ്, ഞാൻ ഓക്കെ ആണ് എന്ന് തോന്നുന്നവർ, അവരുടെ ഒരുക്കത്തെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരാണോ നമ്മളെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ഒരുങ്ങണം. ആരോടെങ്കിലും വചനം പറയാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ഒരുങ്ങണം. എപ്പോഴെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചു വന്നൊരു ചിന്തയുണ്ട്. യേശുവിന് സ്വർഗ സ്നാനപ്പെട്ടപ്പോ സ്വർഗം തുറന്നിട്ട് ആ പബ്ലിക്കിന്റെ മുമ്പിൽ ഒരു ഹെവൻലി ഡിക്ലറേഷൻ വന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. അടുത്ത അധ്യായം ഉടനെ തുടങ്ങുമ്പോഴേക്കുക, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ. നമ്മുടെ ഉയർച്ചകൾ സ്പിരിച്വലി നാം അപ്പാണെങ്കിൽ നാം ഏറ്റവും അധികം റെഡി ആയിരിക്കണം, ഏറ്റവും അധികം ഒരുങ്ങിയിരിക്കണം. ഒരു പക്ഷെ പിശാചിന്റെ പ്രലോഭനങ്ങളെക്കാൾ അധികം നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത് നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ കർത്താവ് നമ്മെ അധികമായി സഹായിക്കുമാറാകട്ടെ. ഓക്കെ, അപ്പം ഇവിടെ ഏറ്റവും അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് ശാന്തമായിട്ട് വരട്ടെ. അർദ്ധരാത്രിക്കോ മണവാളൻ വന്നു. 5-ാമത്തെ വാക്യം എഴുതിയിരിക്കുക, പിന്നെ മണവാളൻ താമസിക്കുമ്പോ എല്ലാവരും മയക്കം പിടിച്ചു. സ്വാഭാവികമായിട്ട് വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ മനസ്സിനകത്തൊരു ചിന്ത വന്നു, ഇവർ ഉറങ്ങിയത് ആരുടെ തെറ്റാണ്? അവിടെ എഴുതിയിട്ടുണ്ട് മണവാളൻ ഡിലൈഡ്, ഇംഗ്ലീഷിൽ ഡിലൈഡ് തന്നെ എഴുതിയിരിക്കുന്നത്. മണവാളൻ താമസിച്ചു, ഇവർ ഉറങ്ങിപ്പോയി. അപ്പം താമസിച്ചത് മണവാളനാണ്, ഉറങ്ങിപ്പോയത് കൊണ്ട് മണവാളൻ താമസിക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് പറയാം കർത്താവ് വരുമെന്ന് ഇത്ര നാളായിട്ട് പറഞ്ഞു. അത് പ്രസംഗിച്ചവർ ഇന്ന് ലോകത്തിലില്ല, ഇതുവരെ അങ്ങ് വന്നിട്ടില്ല. ആ ഒരു കാര്യം കൊണ്ട് ജീവിതം ഉഴപ്പാനുള്ള ഒരു ഗ്യാരണ്ടി നമുക്കില്ല. കർത്താവ് വരാറായി, മണവാളൻ താമസിക്കുന്നതിനകത്തും നമ്മുടെ ജാഗ്രത, അതിന്റെ കുറവ് വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇതിനകത്ത് നിന്ന് 2 ദൂത് പറയട്ടെ. ഒന്ന്, ചില കാര്യങ്ങൾ ഡിലേ വരുമ്പോ, നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചിട്ടും നാളുകളായി ഞാൻ ആഗ്രഹിച്ചിട്ടും പലരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടും എൻ്റെ കാര്യത്തിനകത്തൊരു ഉത്തരം വന്നില്ലല്ലോ, എൻ്റെ കാര്യത്തിനകത്തൊരു ദൈവപ്രവൃത്തി നടന്നില്ലല്ലോ. ഇത് പലപ്പോഴും നമ്മളെ മയക്കത്തിലേക്ക് നയിക്കുമ്പോ ഒരു കാരണവും നമുക്ക് പറയാനുണ്ടാകില്ല. കാരണം ഇന്നത്തെ നമ്മുടെ ആ പ്രാർത്ഥനാ വിഷയത്തിനേക്കാൾ വലുതായിട്ടുള്ളത് മണവാളൻ ഓൾറെഡി നമുക്ക് വേണ്ടി ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയത്. ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിനേക്കാൾ ഏറ്റവും വലിയ കാര്യം മണവാളൻ തന്റെ ശംഖ് തുറന്ന അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി തന്നിട്ടാണ് ഇവിടുന്ന് പോയത്. അതുകൊണ്ട് നമ്മുടെ ആ എക്സ്ക്യൂസ് അതിനൊരു തടസ്സമാവില്ല എന്ന് നമ്മൾ മറക്കരുത്. 2-ാമത്തെ ചിന്ത, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത്, ലോകം മുഴുവൻ സൃഷ്ടിക്കാൻ കർത്താവിന് എത്ര നേരം വേണ്ടി വന്നു? ഒരു വാക്ക് കൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ചില്ലേ? കർത്താവ് ഇവിടുന്ന് പോകുമ്പോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കിയിട്ട് വരാമെന്ന്. ഈ ഭൂലോകം മൊത്തം ഉണ്ടാക്കാൻ കർത്താവിന് ഒരു വാക്ക് മതി, ഭവനം ഉണ്ടാക്കാൻ ഇത്രയും സമയം വേണം. ഇത് അപ്പം ഇതിനകത്ത് എന്തോ ഡെലിബറേറ്റഡ് ഡിലേ അല്ലേ? കർത്താവിന് ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലോ. കർത്താവ് എന്തിനൊക്കെയോ വേണ്ടി ഡിലേ ചെയ്യുന്നുണ്ട്. അതിന് ഒത്തിരി ഉത്തരങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. പക്ഷെ അതിനൊറ്റ ഉത്തരം ഞാൻ പറയാം, ഇന്ന് രാത്രിയും നമ്മൾ ഒന്നുകൂടി ഒരുങ്ങുമെന്നുള്ള ദൈവത്തിന്റെ പ്രതീക്ഷയാണ് ഇന്നത്തെ ഒരു ദിവസം കൂടി കർത്താവ് ഡിലേ ആക്കിയത് എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് ആ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരികയാണ്. 7-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ എനിക്കറിയില്ല, കാരണം അതിൽ നിന്നാണ് കർത്താവിന്റെ അകത്ത് തന്ന ചിന്തകളെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. 7-ാമത്തെ വാക്യത്തിനകത്ത് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ? അപ്പോൾ 7-ാമത്തെ വാക്യം കൂടി, ഓക്കെ, 3-ാമത്തെ വാക്യം, ഇതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റു വിളക്ക് തെളിയിച്ചു. അതിന് ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് നോക്കണേ. Then all those virgins arose and
It's not written like lightened their lamps, rather trimmed their lamps. താങ്ക് യു ക്ലാസ് ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. അവിടെ ലൈറ്റ് കത്തിച്ചെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, മറിച്ച് അവരുടെ വിളക്കുകളെ ട്രിം ചെയ്തു, വിളക്കുകളെ ട്രിം ചെയ്തു എന്നുള്ളൊരു വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ യഥാർത്ഥത്തിലുള്ള മലയാളം ട്രാൻസ്ലേഷൻ വരുമ്പോ ഇങ്ങനെ വരണം, അവരവരുടെ വിളക്കുകളെ ഒരുക്കി, വിളക്കുകളെ ഒരുക്കി. ഈ കഴിഞ്ഞ പണ്ടത്തെ കാലത്ത്, ഇന്ന് ഈ വിളക്കെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. ഒരു പക്ഷെ അപ്പച്ചന്മാർക്ക് ഉള്ളതുകൊണ്ട് മനസ്സിലാവും. ഇപ്പം ഞാനൊക്കെ ഒരു കാലത്ത് ഞങ്ങളുടെ ഫൈറ്റ് ഹോമിലൊക്കെ ഉള്ളപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ മണ്ണെണ്ണ വിളക്ക്, സ്റ്റീലിന്റെ കുഞ്ഞ മണ്ണെണ്ണ വിളക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ മണ്ണെണ്ണ വിളക്കാണ് നമ്മുടെ മനസ്സിലകത്ത് ഓർമ്മ വരുന്നത്. അതല്ലെങ്കിൽ ദീപം പോലെ കത്തിക്കുന്ന കുഞ്ഞ ലാമ്പുകൾ ഉണ്ടാവും. ഈ വിളക്കുകളെ അവർ ഒരുക്കുകയാണ്. ഇത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രോസസ് ആയിരുന്നു. കാരണം വിളക്കുകൾ ഒരുക്കാൻ പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ വിളക്ക് കത്തി കുറെ കഴിയുമ്പം ഇതിന്റെ വെട്ടം മങ്ങി വരാം, അല്ലെ? വിളക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നവർക്കറിയാം, അതിന്റെ വിളക്കുകൾ വെട്ടം മങ്ങി വരാം. അല്ലെങ്കിൽ ഇത് കെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇവര് ഉറക്കം വന്നപ്പം ഈ വിളക്ക് കെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതിനകത്ത് എണ്ണ കുറയാനുള്ള സാധ്യതയുണ്ട്. ഈ തിരി, കത്തിക്കൊണ്ടിരുന്ന തിരി പിന്നെ എഴുന്നേറ്റ് നോക്കുമ്പോ പുകഞ്ഞുകൊണ്ടിരിക്കണേ കാണാം. കരിന്തിരി കത്തുന്ന ഒരു സാഹചര്യം പോലും നമുക്കുണ്ട്. ഇനിയുള്ള സന്ദേശമാണ് കർത്താവിന്റെ അകത്ത് തന്ന ഒരു ദൂത്. അത് ഞാൻ പ്രധാനപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ അകത്ത് വേദപുസ്തകത്തിനകത്ത് വിളക്കുകളെ കുറിച്ച് നമുക്ക് ഒത്തിരി കാണാൻ പറ്റുന്നുണ്ട്. യോഹന്നാനെ കുറിച്ച് പറയുന്ന ഒരു പരാമർശം നമുക്ക് വായിക്കാം, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെയും 35-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. അടുത്ത പദം, നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. ഈ പദങ്ങൾ ഒന്ന് വിശദീകരിക്കട്ടെ. യോഹന്നാനെ സംബന്ധിച്ച് വാക്യം ഒന്ന് കാണിച്ചിട്ട് ഞാൻ ആ ഭാഗം കണ്ടിന്. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു, നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. താങ്ക് യു അങ്കിളെ. അപ്പം യോഹന്നാനെ സംബന്ധിച്ച് വളരെ ചെറിയൊരു ലൈഫാണ് യോഹന്നാന് കിട്ടിയത്. പക്ഷെ ആ ലൈഫിനകത്ത് യോഹന്നാൻ കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇത് ആരാ പറയുന്നതെന്നറിയാമോ? കർത്താവ് യോഹന്നാനെ കുറിച്ച് പറയുന്നത്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നെന്ന്. നമ്മുടെയൊക്കെ ലൈഫ് എത്ര നാൾ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എന്നെ പോലെ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഉള്ള നാള് കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായിട്ട് ജീവിക്കണം. മങ്ങിയും മൂങ്ങിയും ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു വെട്ടം എന്നിൽ നിന്ന് വരാതെ കത്തുവാണെങ്കിൽ നല്ലോണം ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായിട്ട് ജീവിച്ച് ഈ ലോകത്ത് നിന്ന് മരിഞ്ഞു പോണം. ഒരു പാട്ടില്ലേ, ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ അണഞ്ഞിടിഞ്ഞാൽ. അങ്ങനെയൊക്കെ ജീവിതത്തിനകത്ത് അത് മാത്രം ആഗ്രഹിക്കുന്ന ഒരു ഭക്തിയുള്ള ജീവിതം കർത്താവ് നമുക്ക് തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഇങ്ങനെ പ്രകാശിക്കുന്ന വിളക്കുകൾ ഉള്ളപ്പോ അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങളോ അല്പകാലത്തേക്ക് അവന്റെ വെളിച്ചത്തില് ഉല്ലസിക്കാൻ ഇച്ഛിച്ചു. ചില വിളക്കുകൾ ദൈവം ചില ഏരിയകളിൽ കത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സഭയിൽ ചില വിളക്കുകളെ ദൈവം കത്തിക്കുന്നുണ്ട്. അവരുടെ പ്രകാശത്തിൽ, അവര് തരുന്ന ദൈവിക വെളിപ്പാടിൽ, അവരിലൂടെ പുറത്തു വരുന്ന പ്രകാശത്തിൽ അതിനകത്ത് ലയിച്ചങ്ങ് പോയാൽ മതി. ഞങ്ങൾക്ക് ഇങ്ങനെ പ്രസംഗമൊക്കെ കേട്ട് അതിലുല്ലസിച്ച് സ്തോത്രം പറഞ്ഞ് അവര് നല്ല ശുശ്രൂഷയാട്ടോ എന്ന് 10 പേരോട് പറഞ്ഞ് പോവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അല്പകാലത്തേക്ക് യോഹന്നാന്റെ വെളിച്ചത്തിൽ സന്തോഷിച്ച് ഉല്ലസിച്ച് പോയവരുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ നല്ല പ്രസംഗങ്ങളെ കേട്ട് നല്ലതാണെന്ന് മാർക്ക് വിട്ടിട്ട് പോവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും കത്തുന്നവരുടെ വെളിച്ചത്തിലിരുന്ന് അതിലുല്ലസിക്കുന്ന ഒരു കാലം ഉണ്ട് നമുക്കൊക്കെ. പക്ഷെ അതിനപ്പുറത്തേക്ക് കർത്താവ് നമ്മയും കത്തിക്കുന്ന ഒരു കാലം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ കൊതിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാ. ദൈവം നമ്മളെയും കത്തിക്കട്ടെ, നമ്മളെയും ഉപയോഗിക്കട്ടെ. ഓക്കെ, ഇവിടെ ദൈവിക വെളിച്ചം നമ്മിൽ നിന്ന് പ്രകാശിച്ചു കൊണ്ടിരിക്കട്ടെ. ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം പറയട്ടെ, എപ്പോഴൊക്കെയോ പ്രകാശിച്ചിരുന്ന വിളക്കുകളാവരുത് നമ്മള്. ഒരു കാലത്ത് പ്രകാശിച്ചു കൊണ്ടിരുന്ന വിളക്കുകളാണ് ആവരുത് നമ്മള്. യോഹന്നാന്റെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ഒരു വാക്ക് മാത്രം ഒന്ന് പറയട്ടെ. ആ വാക്ക് ഇങ്ങനെയാണ്, നിങ്ങളുടെ ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് നിങ്ങളുടെ അരക്കെട്ടിയും വിളക്ക്
കത്തിയും കൊണ്ടിരിക്കട്ടെ. ഏതെങ്കിലും കാലത്ത് കത്തി ഒരു വിളക്കാവാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന, അകത്തൊരു വെളിച്ചമുള്ള, പരിശുദ്ധാത്മാവിന്റെ ദീപം കത്തുന്ന വിളക്കുകളായി കർത്താവ് നമ്മെ ഇരുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഞാൻ ഈ ചിന്തയിലേക്ക് വരട്ടെ. കർത്താവിന് എന്നെ ഏൽപ്പിച്ച ചിന്ത 7ാമത്തെ വാക്യമാണ്. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു, വിളക്കുകൾ തെളിയിച്ചു. നമ്മുടെ വിളക്കുകളെ ഒരുക്കുക. പ്രിപ്പയർ അവർ ഓൺ ലാംപ്സ്. അവരെഴുന്നേറ്റിട്ട് മറ്റുള്ളവരുടെ വിളക്ക് കത്തുന്നില്ല. അവന്റെ വിളക്ക് കത്തുന്നത് ശരിയല്ല, ഇവന്റെ വിളക്ക് കെട്ടിരിക്കുക, ഇത് പറയല്ല ചെയ്തത്. അവരവരുടെ വിളക്കുകളെ കത്തിച്ചു. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഈ സീസൺ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം മറ്റൊരാളുടെ വിളക്കിനെ കുറിച്ച് മാർക്കിടേണ്ട കാലഘട്ടമല്ല. അവരെങ്ങനെ കത്തുന്നുണ്ടോ കത്തുന്നില്ലയോ എന്ന് നോക്കിയിരിക്കേണ്ട കാലഘട്ടമല്ല. നാം നമ്മുടെ വിളക്കുകളെ ഒരുക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. നാം ഇന്നലെ കത്തിയതിനേക്കാൾ ഇന്നൊന്ന് ജ്വലിച്ച് പ്രകാശിക്കുന്നുണ്ടോ? ഇന്നലെ ശുശ്രൂഷിച്ചതിനേക്കാൾ ആഴത്തിൽ ഇന്ന് ശുശ്രൂഷിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നലെ വെളിപ്പെട്ട ദൈവിക പ്രകാശത്തെക്കാൾ ഇന്ന് ആഴമുള്ള ഒരു വെളിച്ചം എന്നിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ എന്നുള്ള ഒരു വെളിപ്പാടിനകത്ത് നിൽക്കാനാ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ വിളക്കുകൾ ഒരുക്കുക എന്നുള്ളതിനകത്ത് പ്രധാനപ്പെട്ട 2-3 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, ആ വിളക്കിനെ അവരെങ്ങനെ പരിശോധിക്കും. അവനവന്റെ വിളക്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്കും. അതാ ഞാൻ ആദ്യം പറഞ്ഞ, നമ്മുടെ തന്നെ വിളക്കിനെ പരിശോധിക്കേണ്ട കാലഘട്ടമാണ്. മണവാളൻ വന്നിട്ട് ആർപ്പുവിളി കേൾക്കുമ്പോ വിളക്കൊരുക്കാൻ നിന്നാൽ ഇതേ കന്യകമാരുടെ അവസ്ഥയായിപ്പോ നമുക്ക് ഇന്ന് ഈ ദൈവശബ്ദം നമ്മളെ കേൾപ്പിക്കുന്നത്. നമുക്ക് നാളെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള ആയുസ് നമുക്കുണ്ടോ എന്ന് അറിയത്തില്ല. ഇന്ന് നമ്മുടെ അവസാനത്തെ ദിവസമാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതം നമുക്കൊന്നുകൂടി ദൈവസേനയിൽ പരിശോധിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നോക്കുമ്പോ കത്തുന്നത് പോലെയൊക്കെ ഉണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ വചനധ്യാനം ഒക്കെ ഉണ്ട്, പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ പറ്റും. പക്ഷെ ദൈവസന്നിധിയിൽ നോക്കുമ്പോ, കർത്താവ് നോക്കുമ്പോ, ആ വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ദൈവം നമ്മെ കുറിച്ച് കാണട്ടെ. നമ്മുടെ വിളക്കുകൾ കെടാതിരിക്കട്ടെ. അതെന്നും ആഴത്തിൽ കത്തുന്ന വിളക്കുകളായി മാറട്ടെ. ഇവിടെ ഈ അടുത്തൊരു പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്: കരിഞ്ഞ തിരികളെ ഒഴിവാക്കുക. വിളക്കുകൾ കത്താതിരിക്കാൻ കാരണം തിരികൾ കരിഞ്ഞു പോകുന്നതാ. ശ്രദ്ധിക്കണേ, ഈ ഒരു തിരിയെ സംബന്ധിച്ചിടത്തോളം എണ്ണ എന്താണെന്ന് നമുക്കറിയാം. ഞാൻ അതിനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു വ്യാഖ്യാനം പരിശുദ്ധാത്മാവിനെ ഉപമിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഞാനും അങ്ങനെ ഈ ഭാഗത്ത് ചിന്തിക്കുകയാ. പരിശുദ്ധാത്മാവിനകത്ത് ഒരു തിരി എങ്ങനെ മുങ്ങിക്കിടക്കുന്നോ അതുപോലെ മുങ്ങിക്കിടക്കുന്ന ഒരു തിരിയായി ജീവിക്കാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ തിരികൾ എങ്ങനെയാണ് കരിന്തിരി ആവുന്നതെന്ന് അറിയാമോ? ഈ തിരി കത്താതെ വരുന്നത് ഒന്നാമത്തെ കാരണം അതിനകത്ത് എണ്ണ ഇല്ലാതാകും ാണ്. അതിനകത്തുള്ള എണ്ണയുടെ അംശം വറ്റിപ്പോകുമ്പോഴാണ് ആ ജ്വാലയ്ക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, അതിനകത്തുണ്ടായിരുന്ന ജ്വാല താഴേക്ക് ഇറങ്ങാൻ പറ്റാതെ വരുന്നത് അതിനകത്തുണ്ടായിരുന്ന എണ്ണയുടെ അംശം വറ്റിപ്പോകുന്നിടത്താണ്. നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നഷ്ടപ്പെടുന്നിടത്താണ് നമ്മിലുള്ള വിളക്കുകൾ കെട്ടുപോകുന്നത്. പിന്നീട് നമുക്ക് ഈ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ തിരിയെ സംബന്ധിച്ചിടത്തോളം ആ തിരിയെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ചില തിരികൾക്ക് നീട്ടം കൂടുതലായിരിക്കും. അത് എണ്ണയുടെ അകത്തുനിന്ന് ഇങ്ങനെ ഒത്തിരി പുറമേ നിന്ന് കിടക്കും. അപ്പൊ ഈ തിരിയെ സംബന്ധിച്ചിടത്തോളം തിരി സ്വയം കത്താൻ തുടങ്ങിയാൽ തിരി തന്നെ കത്തിപ്പോവാന്നുള്ളതല്ല തിരിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ഇത് നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ചിന്തയാണോ എന്ന് എനിക്കറിയില്ല. തിരി ആകെ കുറച്ചേ ഉള്ളൂ. ഒരു മെഴുകുതിരി എടുത്താലും മെഴുകാണ് കൂടുതൽ അംശമുള്ളത്. തിരിയാകെ ഇത്തിരി പോകുന്ന തിരിയാ. തിരി തോന്നുന്നു ഞാൻ കത്തുന്നത് കൊണ്ടായി വെളിച്ചം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് സ്വയം കത്താൻ തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, ആ തിരി കത്തിപ്പോകുന്നല്ലാതെ അവിടെ വേറെ ഒരു കാര്യം അവിടെ ഉണ്ടാവത്തില്ല. ഈ എണ്ണ ഇല്ലാതെ തിരി കത്താൻ നോക്കുന്നിടത്താണ് എണ്ണ ഇല്ലാതിരുന്നിട്ട് തിരി കത്തിക്കാൻ നോക്കുമ്പോ വെളിച്ചമല്ല വരുന്നത്, പലപ്പോഴും പുകയാ വരുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, എണ്ണയുള്ളപ്പം കത്തി നമുക്ക് ശീലമുണ്ട്. ഞാൻ ഈ ദൂതനെ ഒന്ന് ശാന്തമായിട്ട് പറയാം. എണ്ണയുള്ളപ്പം ആത്മാവിൽ കത്തി ജ്വലിച്ച അനുഭവം നമുക്കുണ്ട്. ആ അനുഭവം വെച്ചിട്ട് എണ്ണ നഷ്ടപ്പെട്ടിട്ടും കത്താൻ നോക്കിക്കഴിഞ്ഞാൽ വെളിച്ചമല്ല വരിക, പകരം അതിൽ നിന്ന് ഒരു പുക വരും. കർത്താവെ, എന്റെ ജീവിതത്തിനകത്ത് എന്റെ വിളക്ക് കെട്ടുപോകാനുള്ള കാരണം എന്താന്ന് പറയട്ടെ? പരിശുദ്ധാത്മാവിന്റെ എണ്ണ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്.
എപ്പോഴും കത്താതെ കെട്ടുപോകുന്ന വിളക്കുകളായി നമ്മൾ മാറാൻ കാരണം എന്ന് പറയുന്നത്, ഇന്ന് രാത്രി കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കെട്ടുപോകുന്ന വിളക്കാവാനല്ല, കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കാവാനാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കുകളാവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ ചിന്ത, കർത്താവ് ഈ വിഷയം ഞാൻ ധ്യാനിക്കുമ്പോൾ എന്റെ അകത്തൊരു വിഷയം തന്നത് ഞാൻ പറയട്ടെ. ഒരു തിരി അതിനകത്ത് എണ്ണമായി ഉണ്ടെന്നിരിക്കട്ടെ, ഇത് എണ്ണയ്ക്കകത്ത് കിടക്കുന്ന ഭാഗത്തിനകത്ത് പൊടി പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ദീപത്തെ ഓർമ്മയിൽ വെക്കുക. ഈ എണ്ണയുടെ അകത്ത് കിടക്കുന്ന ദീപത്തിനകത്ത് പൊടി പറ്റത്തില്ല, പക്ഷെ എണ്ണ അംശം ഉണ്ട്, പക്ഷെ പുറത്താണ് ഇരിക്കുന്നത്. ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് വളരെ ശ്രദ്ധിക്കണം. എണ്ണ പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ പറ്റിയിട്ടുണ്ട്, എന്നാൽ എണ്ണയ്ക്കകത്താണോ എന്ന് ചോദിച്ചാൽ അല്ല. ശഖരാപനാഥലാരവ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അതിനകത്താണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല, പുറത്താ ജീവിക്കുന്നത്. ഇങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അപ്പോൾ എണ്ണയുടെ അംശം ഉള്ളത് കൊണ്ട് പുറത്ത് നിൽക്കുന്നതുകൊണ്ടും ഉള്ള പൊടിയൊക്കെ കൂടി അതിലേക്ക് അങ്ങ് ഒന്ന് പറ്റും. എണ്ണയുടെ അംശമുണ്ട്, പൊടിയുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഇതങ്ങ് ഇരുണ്ട് കൂടും, ഇത് അഴുക്കായിട്ട് മാറും. അവസാനം ഇതിങ്ങനെ വീർത്ത് കെട്ടിയിരിക്കും, കത്തത്തുമില്ല. പിന്നീട് അത് അടിഭാഗത്തെ തൊട്ട് കത്താൻ സമ്മതിക്കത്തുമില്ല. ഞാൻ ഈ തിരിയുടെ കാര്യം പറയാനല്ല ഇത് പറയുന്നേ. കർത്താവിന്റെ അകത്ത് കാണിച്ച ഒരു ദർശനം പറയാനാ പറയുന്നത്. ഒരു കാലത്ത് കത്തിയവരാ, എണ്ണയുടെ അംശമൊക്കെ ഉണ്ട്, പക്ഷെ എപ്പോഴോ പുറത്ത് ചാടിയത് കൊണ്ട് ഈ ലോകത്തെ പൊടി മുഴുവൻ പറ്റി ഇരുണ്ട് കൂടിയിരുന്നിട്ട് അടിയിലുള്ളവരെയും കത്തിക്കത്തില്ല, സ്വയവും കത്തത്തില്ല. അങ്ങനെയുള്ള ഒരു കരിന്തിരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സഭയല്ല നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെയുള്ള തിരികളെ വേറെ ഒറ്റ വഴിയുമില്ല, മുറിച്ച് കളയുക എന്നുള്ളതേ വഴിയുള്ളൂ. കാരണം അടിയിലുള്ളത് കത്തണം, അടിയിലുള്ളത് ഇനി കത്താനുണ്ട്. എണ്ണയുടെ അകത്ത് നാളുകളായി മുങ്ങിക്കിടക്കുന്ന ഭാഗങ്ങൾ കത്താനുണ്ട്. അവരെ പോലും കത്താൻ തടയാതെ നിൽക്കുന്ന ചില കരിന്തിരികളെ ഒരു പക്ഷെ കർത്താവ് മുറിച്ചു മാറ്റും. അതിനു മുമ്പ് കർത്താവേ, എന്നിലുള്ള കരിന്തിരി പോലെയുള്ള ഭാഗങ്ങളെ ഒന്ന് കാണിച്ചു തരണേ എന്ന് ആത്മാവിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മളിലുള്ള ഇരുട്ട്, നമ്മളിലുള്ള വെളിച്ചം ഇരുട്ടായാൽ, ഇരുട്ട് എത്ര ഭയങ്കരം. അതിന്റെ ദേശത്ത് ഇരുട്ട് വ്യാപരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് അതിനകത്ത് ഒരു ഭയവുമില്ല. ഇരുട്ട് കൂടിയാലും വെളിച്ചത്തിന്റെ ഷാർപ്നെസ്സും ബ്രൈറ്റ്നെസ്സും വർദ്ധിക്കത്തേ ഉള്ളൂ. പക്ഷെ നമ്മളിലുള്ള വെളിച്ചം ഇരുട്ടായാൽ, വെളിച്ചത്തിൽ നിൽക്കേണ്ടവരും കത്തേണ്ടവരും അവരിരുട്ടായി പോയാൽ, ഒരു പക്ഷേ നമുക്ക് പറയാനുള്ളത്, തിരിക്ക് പറയാനുള്ളത്, എനിക്ക് ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവമൊക്കെ ഉണ്ട്. ഞാൻ പണ്ട് ആത്മനിറവ് പ്രാപിച്ചതാ, പണ്ട് ഞാൻ അന്യഭാഷയിൽ ആരാധിച്ചിരുന്നതാ, നാളുകളെ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചതാ. ഇന്ന് ഞാൻ അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ആ ഇരിപ്പ് തന്നെ ഭയങ്കര ഇരിപ്പാ. കരിന്തിരിയുടെ ഇരിപ്പുണ്ടല്ലോ, ഇങ്ങനെ തടിച്ചുരുണ്ടിരിക്കും. മുഖമൊക്കെ അങ്ങനത്തെ ഇരിപ്പോ, ഒരു സ്തോത്രവും പറയില്ല, ഒരു ഹല്ലേലൂയയും പറയില്ല, അവിടെ അവിനൊന്നും ഒരു സ്തുതിയും വരത്തില്ല. ഞാൻ ആത്മാവിൽ പ്രവചനം പോലെ പറയാം, കർത്താവിന് സഭയെ കത്തിക്കണം. കർത്താവിന് ഇനി ഒരു ഉണർവിന് ബാക്കിയുണ്ട്, ഒരു ആത്മാവിന്റെ കത്തൽ ഇനി ബാക്കിയുണ്ട്. നമ്മുടെ സഭകളൊക്കെ ദേശത്തിനിയും കത്തും. ഞാൻ ആത്മാവിൽ പറയട്ടെ, കരിന്തിരികളെ ദൈവം മാറ്റും. അതിനു മുമ്പ് നമ്മളിലുള്ള കരിന്തിരികളെ മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് ഒന്നുകൂടി ഇറങ്ങിച്ചെല്ലാൻ, എന്നെ ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ആരും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഈ എണ്ണയ്ക്കകത്ത് കിടന്നോളാം. പക്ഷെ എനിക്ക് ആത്മാവിൽ ജ്വലിച്ചുകൊണ്ടിരിക്കണം. എന്നിലുള്ള പ്രകാശം ഇരുട്ടാവരുത്. കർത്താവ്, എന്നിലുള്ള വെളിച്ചം കെടരുത്. കർത്താവ്, ഞാൻ മറ്റൊരാൾ കത്തുന്നതിന് തടസ്സമാവാനും പാടില്ല. വേറൊരാൾ ആത്മാവിൽ ജ്വലിക്കാൻ, ആത്മാവിൽ കത്തി മുന്നോട്ട് പോകാൻ ഞാനൊരു തടസ്സമാവാനും പാടില്ല. എന്റെ അകത്തുള്ള കരിന്തിരികളെ കർത്താവ് ഒന്ന് മുറിച്ചു കളയണം. കർത്താവ്, അതിന്റെ കുറെ കാര്യങ്ങൾ കർത്താവ് ഇതിനകത്ത് നോക്കി പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവല്ലോ. പക്ഷെ ഇതിന്റെ ഒരു ഭാഗം മാത്രം പെട്ടെന്ന് കർത്താവിന്റെ അകത്ത് തന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കരിന്തിരി പറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യം പറയട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് കാണിക്കാമോ? 11-ാം അധ്യായം 33-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാമോ? എല്ലാവരും ഒന്ന് സ്ക്രീനിലേക്ക് നോക്കണേ. ഓക്കെ, വിളക്ക് കൊളുത്തിയിട്ട്,
യെസ്, വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയും കീഴിലോ വെക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്ര വെക്കുന്നത്. ആ വാക്യം ഒന്ന് നിർത്തണേ. അകത്ത് വരുന്നവർ വെളിച്ചം കാണണം, പുറത്തുനിന്ന് നോക്കുന്നവരല്ല. നമ്മുടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവര്. ഈ കുറെ പേരോടൊക്കെ അടുക്കാൻ നമുക്ക് പേടിയാ. ഞാനൊന്ന് നിർത്തി പറയട്ടെ, ഇങ്ങനെയൊക്കെ സ്റ്റേജിലൊക്കെ അവരോട് അടുക്കാൻ പറ്റുള്ളൂ. പേഴ്സണലായിട്ട് അടുത്ത അവരോടുള്ള ബഹുമാനം പോവും. നമ്മള് വിളക്കാണോ എന്ന് പറയേണ്ടത് ഞായറാഴ്ച വന്ന് കാണുന്നവരല്ല. ഞാൻ ആ ഭാഗത്തേക്ക് ഒരു നിയോഗം തന്നിട്ടുണ്ട്, ഞാൻ അതിലേക്ക് വരാം. നമ്മുടെ അകത്ത് വരുന്നവർ, കൂടെ താമസിക്കുന്നവർ പറയണം, ഇവൻ ഞായറാഴ്ച മാത്രം കത്തുന്ന വിളക്കല്ല കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് വിളക്കല്ല, ഇത് ഒറിജിനലി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കാ. ഇവന്റെ അകത്ത് എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ട്. ഒരു മീറ്റിങ്ങിനകത്ത് മാത്രമല്ല. ഞാനത് എങ്ങനെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണ്ടേന്ന് കർത്താവ് ഒരു ചിന്ത തന്നിട്ടുള്ളതുകൊണ്ട് അപ്പൊ ഞാൻ പറയാം. അപ്പം ഈ വാക്യത്തിലേക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാമോ? അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന്. ആ വാക്യം ഒന്നുകൂടി ഇടാമോ? ഓക്കെ. തണ്ടിന്മേൽ അത്ര വെക്കുന്നത്. ഇനി അടുത്ത വാക്യം കാണിച്ചെങ്കില്, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ദോഷമുള്ളതെങ്കിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ മതി. താങ്ക് യു അങ്കിള്. ഞാൻ പേഴ്സണലി എന്റെ ആഗ്രഹം നല്ല ഉണർവ് ദൂതുകൾ പ്രസംഗിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാ. പക്ഷെ കർത്താവിന്റെ അകത്ത് തരുന്ന നിയോഗത്തെ മാത്രം അനുസരിക്കാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ മീറ്റിങ്ങിലും വരാറ്. നമ്മുടെ അകത്ത് ഇരുട്ട് കയറുന്നത് എവിടുന്നാന്നറിയാവോ? നമ്മൾ ഈ ഫോണിലൂടെ ഇരുന്ന് കാണുന്നില്ലേ? നമ്മുടെ കയ്യിൽ ഒക്കെ ഇപ്പൊ കാണാൻ ഒത്തിരി സംഭവങ്ങളില്ലേ? കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവെ എന്റെ അകത്ത് എന്റെ കണ്ണിലൂടെ ഇരുട്ട് കയറരുത് കർത്താവെ. ഫോൺ ചെയ്യുമ്പം കേൾക്കും, നമ്മുടെ വാതിലുകൾ ഏതാ നമുക്കറിയാലോ. എന്റെ അകത്ത് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ അത് എന്നിൽ ഒരു ഇരുട്ടായി മാറരുത് കർത്താവെ. ഞാൻ കാണുന്ന കാര്യങ്ങൾ എന്നിൽ ഒരു ഇരുട്ടാവരുതുമായി മാറരുത് കർത്താവെ. ഇത് എന്റെ അകത്ത് എന്റെ അകത്ത് ഒരു വെളിച്ചം കത്തിക്കൊണ്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇത് ആ വെണ്ണയ്ക്കകത്ത് നിൽക്കുന്നവർക്കറിയാം, ഒരു നോട്ടം മാറിപ്പോയാൽ അകത്തെ ആത്മാവിന്റെ സ്പർശനങ്ങൾ കുറയുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ദൈവഹിതമല്ലാത്തത് കേട്ടുപോയാൽ അകത്തെ പരിശുദ്ധാത്മാവ് കിടന്ന് കുറ്റം പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ദൈവഹിതമല്ലാത്തതൊന്ന് പറഞ്ഞു പോയാൽ, അയ്യോ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ, എവിടെയൊക്കെയോ എന്റെ വിളക്കിന്റെ ആ പ്രകാശം കുറയുന്നത് നമുക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റും. ഒരു സ്പിരിച്വൽ മാനിന്റെ പ്രത്യേകത അതാണ്. അവൻ പറയുന്നതിനെ കുറിച്ച് അവന് ഭയങ്കര പ്രത്യേകതയുണ്ട്. എന്റെ ഒരു വാക്ക്, എന്നിലുള്ള സ്പിരിച്വൽ ലൈറ്റിനെ കെടുത്തുന്ന ഒരു വാക്ക് ഞാൻ പറയില്ല. എന്നിൽ കത്തുന്ന വെളിച്ചത്തെ കെടുത്തുന്ന ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. എന്നിലുള്ള വെളിച്ചത്തെ കെടുത്തുന്ന ഒരു കാര്യം എനിക്ക് കാണണ്ട. കാരണം എനിക്ക് ആ വെളിച്ചത്തെ സൂക്ഷിക്കണം. ഞാൻ പറയട്ടെ, കൊടുങ്കാറ്റടിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയെങ്കിലും വെളിച്ചമുള്ളതിനെ കെടുത്തിക്കളയാൻ വേണ്ടി വീട്ടിനകത്ത് തന്നെ കൊടുങ്കാറ്റടിക്കുന്നവരുണ്ട്. ഇതിനകത്ത് ഉള്ള വെളിച്ചം കെടുത്തിക്കളയാൻ വേണ്ടി അഭിഷേകമുള്ളതിനെ, നിയോഗമുള്ളവരെ വീട്ടിനകത്ത് തന്നെ കെടുത്തിക്കളയുന്ന കാറ്റുകൾ അടിക്കുന്നുണ്ട്. ഞാൻ പറയാം, ഒരു വെളിച്ചം എങ്ങനെ നമ്മൾ അണയാതെ കൊണ്ടു നടക്കുമോ, ഒരു മെഴുകുതിരി കാറ്റത്തെ എങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുമോ, അതുപോലെ നമ്മൾ നമ്മുടെ ആത്മീക ജീവിതത്തെ സൂക്ഷിക്കണം. ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ മണവാളന്റെ വരവ് ഏറ്റവും ആസന്നമായി. വിളക്കുകൾ അങ്ങനെ ഒരുക്കാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ അകത്ത് കർത്താവ് ഒന്നുകൂടി ആ എണ്ണയുടെ കുറവ് തോന്നുമ്പോ കർത്താവിന്റെ അകത്ത് ആ എണ്ണ ഒന്നും കൂടി നിറയ്ക്കണേ എന്ന് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കട്ടെ.
ആത്മാവിൽ ഒരുങ്ങുക, ആ വരവിന് വേണ്ടി ഒരുങ്ങുക, മണവാളന് വേണ്ടി വിളക്കുകളെ ഒരുക്കുക. അത് എങ്ങനെയാണെന്ന് ഒരു വാക്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. തീത്തോസിന്റെ ലേഖനം കൂടി ഞങ്ങളൊന്ന് കാണിക്കാം. നമ്മൾ പോയൊന്നും അറിയില്ല. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കാണിക്കാമോ? തീത്തോസ് 2:11 തൊട്ട് 13 വരെ. 12-ാമത്തെ വാക്യം വെച്ച്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അടുത്ത വാക്യം ശ്രദ്ധിക്കണേ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. നാം ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാമോ? നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. വായിച്ചോ. 13-ാം വാക്യം. കാത്തുകൊണ്ട് ഭക്തിയേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എങ്ങനെയാ നമ്മൾ ഈ വിളക്കുകൾ ഒരുക്കണ്ടേ? മതി, താങ്ക് യു ആന്റി. എങ്ങനെയാ ആ കർത്താവിന്റെ വരവിന് വേണ്ടി എങ്ങനെ കാത്തിരിക്കണം, എങ്ങനെ വിളക്കൊരുക്കണം? അതിനകത്ത് 1-2 കാര്യങ്ങൾ മാത്രം, പ്രധാനപ്പെട്ടത് മാത്രം ചിന്തിക്കാം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. മഹാദൈവത്തിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടാണ് ഞാൻ കാത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഞാൻ ചെയ്യേണ്ടത് ഭക്തികേടും 13-ാമത്തെ വാക്യം 13. ഭക്തികേട് വർജിച്ചിട്ട്, ആന്റി ഞാൻ ഒരു കാര്യം ഒന്ന് പറയാം. ഭക്തികേട് വർജിച്ചിട്ട് ദൈവഭക്തിയോടെ ജീവിക്കണം. ഒന്നാമത്തെ ചിന്ത, ആ ഒരു കാര്യം മാത്രം ഒന്ന് എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഭക്തികേട് വർജിച്ചിട്ട് ദൈവഭക്തിയോടെ ജീവിക്കണം. ഭക്തികേടുണ്ടോ ഇന്ന്? ഈ എന്റെ അകത്ത് ഞാനിങ്ങനെ മനസ്സിനകത്ത് ധ്യാനിച്ചപ്പം ഭക്തികേട് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും അതിനകത്ത് ഉദ്ദേശിക്കുന്നത്? ഈ ഭക്തി നമ്മൾ ദൈവസേനയിൽ കാണിക്കുന്ന ഭക്തിക്ക് അനുസരിച്ചുള്ള ഒരു ജീവിത ശൈലി നമുക്കില്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഭക്തിക്ക് എന്തോ കേടുണ്ട്. നമ്മൾ ഞായറാഴ്ചയൊക്കെ വന്ന് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്കില്ല. ഞാൻ ഒരു സമയത്ത് അപ്പച്ചനോട് ചോദിച്ചൊരു കാര്യം, എന്താ ഭക്തി എന്ന് പറഞ്ഞ? ഇപ്പൊ ഹിന്ദുക്കളൊക്കെ പറയുന്ന ഭക്തി വേറെയാ. ഭക്തി എന്താ? അപ്പൊ അന്ന് അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം ഇതാ, മോനെ, ദൈവം നിന്നെ എപ്പോഴും കാണുന്നുണ്ട് എന്നുള്ള നിന്റെ ബോധ്യമാണ് നിന്റെ ഭക്തി. നമ്മുടെ അകത്ത് എപ്പോഴും കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള എന്റെ ബോധ്യമാണ് എന്റെ ഭക്തി. ഈ ചർച്ചിനകത്ത് വരുമ്പോൾ ഉള്ള ഭക്തി വീട്ടിൽ പോലുമ്പോ ഇല്ലെങ്കിൽ, നമ്മൾ ചർച്ചിനകത്ത് ചെല്ലുമ്പോൾ നമ്മൾ പറയുന്ന ദൈവസേനയിലേക്ക് വരാൻ കർത്താവ് നമ്മളെ ശരിയാ, ആലയത്തിനകത്ത്. അപ്പൊ അവിടെ മാത്രമാണോ ദൈവസാന്നിധ്യം? വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ദൈവസാന്നിധ്യത്തിൽ നിന്ന് പോകുന്നില്ലേ? ഇതൊരു ഭക്തി കേടാ. ഈവൻ ചർച്ചിനകത്ത് പോലും ദൈവം എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധ്യത്തിലിരിക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് പോലും ഫോണും 10 പ്രാവശ്യം പുറത്തും പോയി ആരോടെങ്കിലുമൊക്കെ സംസാരിച്ച് നമ്മൾ എങ്ങനെയാ ഒരുങ്ങുന്നേ? നമ്മൾ ആരെ കാണാൻ, ആരെ മീറ്റ് ചെയ്യാനാ ഒരുങ്ങുന്നേ? കർത്താവ് എന്റെ ജീവിതത്തിനകത്ത്, ഞാൻ പറയാം, എന്നെ തന്നെ പറയുമോ, എന്റെ പേഴ്സണൽ ലൈഫിനകത്തും കർത്താവിന്റെ കൃപയ്ക്കകത്ത് നിൽക്കാൻ, ഒരു ദൈവ സാന്നിധ്യത്തിനകത്ത് ജീവിക്കാൻ കർത്താവ് എന്നെ സഹായിക്കണേ എന്നുള്ള ഒരുക്കമാണ് നമ്മുടെ വിളക്കുകളെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ. ഞാന് ഞായറാഴ്ച വന്നിട്ട് കത്താന്, ശനിയാഴ്ച രാത്രി ഇരുന്നൊരു പ്രസംഗം തയ്യാറാക്കി വന്നാൽ ഞായറാഴ്ച എനിക്ക് കത്താൻ പറ്റും. പക്ഷെ ദൈവസന്നിധി കത്തണമെങ്കിൽ ശനിയാഴ്ച രാത്രിയിലെ പ്രസംഗം കൊണ്ട് കാര്യമില്ല. എന്റെ തിങ്കൾ തൊട്ട് ശനി വരെ ഞാൻ ദൈവനെ കാണുന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണം. ഞാൻ ആരോട് സംസാരിക്കുമ്പോഴും, ഏത് മുറി അടച്ചിട്ടിരുന്നാലും, ഏത് ഫോൺ വിളിക്കുമ്പോഴും കർത്താവ് ഇത് കാണുന്നുണ്ട്. ആരോട് മിണ്ടുമ്പോഴും ദൈവം ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു ഭക്തിയുള്ള ജീവിതത്തിൽ ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യഥാർത്ഥ ഒരു ദൈവഭക്തിയിലേക്ക് നമ്മൾ വരട്ടെ. നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാ, ചർച്ചിലുള്ള അമ്മാമ്മയല്ല ചർച്ചിൽ നിന്ന് പുറത്തിറങ്ങിയാനുള്ള അമ്മാമ്മന്ന്, വീട്ടിലുള്ള അമ്മാമ്മ വേറെയാന്ന്. ചർച്ചിലുള്ള അച്ഛനല്ല, ചർച്ചിലുള്ള കൊച്ചല്ല വീട്ടിൽ വരുമ്പോ.
നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവർ പറയട്ടെ. അവനൊരു വിളക്കാകട്ടോ, അവന്റെ വെളിച്ചം വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്. അന്ന് ചർച്ചിൽ കത്തിയ വെളിച്ചവും വീട്ടിലും കത്തിക്കുന്നുണ്ട്. അവൻ ആരും ഇല്ലാത്ത അവിടെയും കത്തിക്കുന്നുണ്ട്. ദൈവം പറയും, ഇവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കാണ്. കർത്താവിന്റെ സന്നിധിയിൽ അങ്ങനെ നിൽക്കാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഭക്തികേട് വർജിക്കാൻ, ഭക്തിയോടെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ വാക്ക് അവിടെ എന്ത് ചെയ്തിരിക്കുന്നെന്ന് അറിയാമോ? രണ്ടാമത്തെ വാക്ക് എങ്ങനെയാ? പ്രപഞ്ചമോഹങ്ങൾ എന്ന് വെച്ചാ പ്രപഞ്ചമോഹങ്ങൾ വർജിക്കുക എന്ന് പറഞ്ഞാ, ഞാൻ ആ വാക്ക് വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ലോകമോഹങ്ങൾ, ലോകത്തിലുള്ള ആഗ്രഹങ്ങൾ, ലോകത്തിലുള്ള പണത്തെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, പദവികളെ കുറിച്ച്. ഇതിനൊരാഗ്രഹം. ഞാൻ ഈ കാര്യം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ എപ്പോഴും വിളിക്കാറുണ്ട്. അവനോട് ചോദിച്ചു, എന്താണ് ഈ പ്രപഞ്ചമോഹം എന്താന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുമോ, അവന്റെ ചർച്ചിൽ ഒരു ദൈവാസം വന്നിട്ട് ചോദിച്ചെന്ന് ഇപ്പൊ ഇങ്ങനെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുള്ളത് ഒന്നും ഇല്ലാത്തവന് കൊടുക്കണം. ആ 2 കാറുള്ളവരൊക്കെ ഒന്നും ഇല്ലാത്തവന് കൊടുക്കണം. എല്ലാവരും ആമേൻ പറഞ്ഞു. 2 വീടുള്ളവരൊക്കെ ഒന്നും ഇല്ലാത്തവന് കൊടുക്കണം. എല്ലാവരും ആമേൻ പറഞ്ഞു. 2 മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ട് പറഞ്ഞു, 2 പശു ഉള്ളവനൊക്കെ 1 പശു വേറെ ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആരും മിണ്ടിയില്ല. അപ്പൊ പാസ്റ്റർ എന്താ നിങ്ങൾ സ്വത്രം പറയാത്തല്ല, എല്ലാവർക്കും 2 പശു ഉണ്ട്. അപ്പോ ഇത് നമുക്ക് അപ്പൊ പ്രപഞ്ചമോഹമൊന്നുമില്ല, പക്ഷെ ഉള്ള പശുവിനൊന്നും കൊടുക്കത്തില്ല. എനിക്ക് എന്റെ മോനെ കമ്മിറ്റി കയറ്റിയില്ലെങ്കിൽ വിഷയാവും, അല്ലെങ്കിൽ എന്റെ പേര് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവും. എനിക്ക് കിട്ടുന്ന എന്റെ കയ്യിലെ പേഴ്സിലെ പൈസ കുറഞ്ഞ എന്റെ പ്രാർത്ഥനാ സമയം കുറയും. പ്രപഞ്ചമോഹങ്ങളൊന്നുമില്ല. കർത്താവെ, എനിക്ക് എന്നെ തന്നെ ഒന്ന് ഒരുക്കണം. കർത്താവെ, എന്റെ അകത്ത് ഒത്തിരി മോഹങ്ങളുണ്ട്. ലോകത്തിൽ ഒന്നിനെ കുറിച്ച് ആഗ്രഹിക്കരുതെന്ന് ദൈവം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് എന്റെ കർത്താവിനെ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലുതായിട്ട് ഞാൻ ഈ ലോകത്തൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്റെ ദൈവത്തിന്റെ കാര്യം വരുമ്പോ മറ്റെല്ലാം എനിക്ക് രണ്ടാമതാണെന്ന് പറയാൻ കഴിയുന്ന ഒരു കൂട്ടമാക്കി കർത്താവ് നമ്മെ മാറ്റട്ടെ. എന്റെ കർത്താവിനേക്കാൾ വലുതല്ല എനിക്കൊന്നും. ഒത്തിരി ചർച്ചിനകത്ത് വന്നോണ്ടാവാം ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. നമ്മൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ദൈവം തന്നെയാണോ? നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിന് നല്ലൊരു ജോലി ഒന്ന് അനുഗ്രഹിച്ചു, അതുകൊണ്ട് ഇപ്പൊ ഞായറാഴ്ച പോലും പ്രാർത്ഥനയ്ക്ക് വരാൻ സമയമില്ല. ഇത് സത്യം പറഞ്ഞാൽ അത് ദൈവിക അനുഗ്രഹമായിരിക്കുമോ? എനിക്കറിയില്ല. പണ്ടേ ഒരു അമ്മച്ചി പശുവിനും പശുക്കുട്ടിനും മേടിക്കാൻ പ്രാർത്ഥിച്ചതുപോലെ പിന്നെ അമ്മച്ചി അതിന് പുല്ല് വെട്ടാൻ പോവാണ്. പിന്നെ അവസാനം പാസ്റ്റർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, എനിക്ക് വരാൻ സമയം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ പോലെ നമുക്കൊക്കെ ദൈവത്തെക്കാൾ വലുതായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം, കർത്താവേ, എനിക്കറിയില്ല ഇതൊരു ആവേശമുള്ള സന്ദേശമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് പറയാൻ കർത്താവിനെ നിയോഗിച്ചത് കൊണ്ട് പറയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനേക്കാളും ഉപരിയായി യേശുവിനെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമാക്കി ദൈവം നമ്മെ മാറ്റട്ടെ. അങ്ങനത്തെ തലമുറകളെ നമുക്ക് എഴുന്നേൽപ്പിക്കാൻ കഴിയട്ടെ. നമ്മൾ തലമുറകളോട് പറഞ്ഞു കൊടുക്കേണ്ട, മക്കളെ, നീ ഇന്ന ജോലിയിലെത്തണം, ഇന്ന രാജ്യത്തെത്തണമെന്നല്ല, നീ സ്വർഗത്തിലെത്തുന്നതാണ് അമ്മയ്ക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറയാൻ. നീ എവിടെ പോയാലും പോയില്ലേലും കുഴപ്പമില്ല, പക്ഷെ കർത്താവ് വരുമ്പോ പോണമെന്ന് പറയുന്ന ഒരു പിതാക്കളെ മാതാക്കളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താഭാഗത്ത് പറയുക, നിങ്ങൾ ഈ ലോകത്തിൽ ഇതൊക്കെ വിട്ടിട്ട് പക്ഷെ എങ്ങനെ ജീവിക്കണം എന്നറിയാവോ? ലോകത്തിൽ സുബോധത്തോടെ ജീവിക്കണം. സുബോധത്തോടെ ജീവിക്കണം. ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം. സത്യം പറഞ്ഞാലേ ഈ ലോകത്തില് ദൈവത്തേക്കാൾ വലുതായിട്ട് പലതും ആഗ്രഹിക്കുമ്പോ കർത്താവ് പറയുന്ന അവന് സുബോധം നഷ്ടപ്പെട്ടു പോയെന്നാ. അപ്പന്റെ വീടിനേക്കാളും വലുത് എന്താഗ്രഹിച്ചാലും കർത്താവ് പറയുന്ന അവന്റെ ഉള്ള ബോധം പോയി. കാരണം ആ മോന് സുബോധം വന്നിട്ടെന്ന് എപ്പോഴാ സുബോധം വരണമെന്ന് അറിയാവോ? അപ്പന്റെ വീട്ടിൽ നിന്നും പോയി, കയ്യിലുള്ളതും പോയി, എല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവന് സുബോധം വന്ന്. വീട്ടിൽ നിന്ന് പോകുന്നത് തന്നെ സുബോധം പോയിട്ടാ. നമ്മുടെ അകത്ത് കഴിഞ്ഞ ദിവസം കർത്താവിനോട് സംസാരിച്ച ഒരു കാര്യം കൂടി പറയട്ടെ. ഈ മകൻ വീട്ടിൽ നിന്ന് പുറത്ത് പോകാനുള്ള ആഗ്രഹം വന്നപ്പോഴും അപ്പന്റെ കൂടെ തന്നെ കുറെ നാളുകൂടി താമസിച്ചു. എന്താണെന്നറിയട്ടെ, അപ്പനുള്ളതൊക്കെ സകലവും സ്വരൂപിച്ചു. എന്ന് വെച്ചാൽ അപ്പൻ്റെതായിട്ടുള്ളത് എല്ലാം അവൻ സ്വരൂപിച്ചു. എന്നിട്ട് അവൻ പുറത്തുപോയി. ഈ നമ്മുടെ അകത്ത് ഒരു കാലത്ത് നമ്മൾ പിതാവിൽ നിന്ന് എല്ലാം സ്വരൂപിക്കും. വചനത്തിന്റെ വെളിപ്പാടുകളും മർമ്മങ്ങളും അഭിഷേകവും എല്ലാം നമ്മൾ പിതാവിൽ നിന്ന് സ്വീകരിക്കും. എന്നിട്ട് അതൊക്കെ അങ്ങ് സുബോധം നഷ്ടപ്പെട്ടിട്ട്
ഒരു കാലത്ത് പ്രാപിച്ചതെല്ലാം അടുത്തൊരു കാലത്ത് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണോ? കർത്താവെ, അന്ന് പ്രാപിച്ചതൊന്നും വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ പിതാവിന്റെ സന്നിധിയിൽ തന്നെ നിന്ന് അപ്പനിൽ നിന്ന് പ്രാപിച്ചതൊന്നും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. പിതാവിൽ നിന്ന് ഞാൻ ആത്മാവിൽ സ്വീകരിച്ചതൊന്നും നഷ്ടപ്പെട്ടു പോകാൻ എനിക്ക് ഇടവരരുത്. അപ്പന്റെ സ്വത്ത് നഷ്ടപ്പെടുത്തരുത്. അപ്പനിൽ നിന്ന് പ്രാപിച്ചതൊന്നും നഷ്ടപ്പെടുത്തരുത്. സുബോധം നഷ്ടപ്പെട്ടാലുള്ള ഏറ്റവും ഒരു പ്രത്യേകത ഒരു കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ആ സുബോധം നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന കാര്യം എന്താന്ന് പറയട്ടെ. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ഉണർന്നിരിപ്പിൻ, നിർമ്മലരായിരിപ്പിൻ. നിർമ്മതർ എന്നുള്ളതിന് അവിടെ എഴുതിയിരിക്കുന്ന വാക്കിതാണ്, സുബോധമുള്ളവരായിരിപ്പിൻ. നമ്മുടെ ശത്രുവാകുന്ന പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുക. ഇന്ന് പ്രശ്നം എന്താന്ന് പറയട്ടെ, ഈ സുബോധം നഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മുടെ ശത്രു ആരാൻ തന്നെ മറന്നുപോയി. നമുക്കൊരു ശത്രു ഉണ്ടെന്ന് മറന്നുപോയി. നമ്മൾ ആരോടോ ഫൈറ്റ് ചെയ്യണ്ടെന്ന് മറന്നുപോയി. നമ്മൾ നിൽക്കുന്ന യുദ്ധക്കളത്തിലാണെന്ന് മറന്നുപോയി. നമുക്കൊരു ഫൈറ്റ് ഉണ്ടെന്ന് മറന്നുപോയി. മറ്റ് പലതിനൊക്കെ യുദ്ധം ചെയ്ത് നമ്മുടെ ടൈം കളഞ്ഞുകൊണ്ടിരിക്കുമ്പോ കർത്താവ് ഇന്ന് രാത്രി എന്നെ ഏൽപ്പിച്ചത് സന്ദേശം അതേ നിയോഗത്തോടെ ഞാൻ പറയാം. എന്റെ അകത്ത് കർത്താവ് ഒരു വെളിച്ചത്തെ കത്തിച്ചിട്ടുണ്ട്. ഒരു ദൈവിക വെളിച്ചം കർത്താവ് എന്റെ അകത്ത് തന്നിട്ടുണ്ട്. അതെനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അത് എന്നിൽ കത്തിക്കൊണ്ടിരിക്കണം. അതെന്നിൽ കെട്ടുപോകരുത്. ഈ ലോകത്തിന്റെ മോഹങ്ങളും ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളും എന്റെ അകത്ത് കയറിയിട്ട് എന്നിൽ ദൈവം പകർന്നതൊന്നും ഇല്ലാതായി പോകരുത്. ഈ ലോകത്തിലുള്ള സുബോധം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. നീതിയോടെ ജീവിക്കാൻ കർത്താവിന്റെ അകത്ത് കൃപ തരണം. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. ദൈവം എന്റെ അകത്ത് തന്ന ചിന്തകളെ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു. ഞാൻ ഒരു രാവിലെ പ്രാർത്ഥനയോടെ എഴുന്നേൽക്കുമ്പോ കേൾക്കുന്ന ഒരു പാട്ട് ഇങ്ങനെയാണ്, തന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. ഈ ഒരു വരി എന്റെ അകത്ത് വന്നതുകൊണ്ടാണ് ഈ ദൂത് തന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. മറ്റൊരിതിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് സ്വർഗം ഏറ്റവും സന്തോഷിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഏറ്റവും സന്തോഷിക്കുന്നുണ്ട്. നമ്മുടെ അകത്ത് നമ്മൾ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ അകത്തെ ആ വെളിച്ചം ഇന്നും കത്തുന്നുണ്ടോ? അതോ അതിനകത്ത് ഇന്നും മറ്റുള്ളവർ, നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒരു പ്രകാശം കിട്ടുന്നുണ്ടോ? ഞാൻ പറയട്ടെ, നാട് മൊത്തം പ്രകാശം ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിലും വീട്ടിലുള്ളവർ ആ പ്രകാശം കാണട്ടെ, അകത്ത് വരുന്നവർ ആ പ്രകാശം കാണട്ടെ. നമ്മുടെ സഭയ്ക്കകത്ത് നമ്മളൊരു പ്രകാശമാവട്ടെ, നമ്മുടെ അയൽവക്കക്കാർ ആ പ്രകാശം കാണട്ടെ. ഇരുട്ടിലുള്ള ആര് നമ്മുടെ അടുത്ത് വന്നാലും അവരാ വെളിച്ചം കാണട്ടെ. അകത്ത് വരുന്നവർ വെളിച്ചം കാണട്ടെ. കർത്താവ്, എന്റെ അകത്ത് വരുന്നവർ, എന്റെ അടുത്ത് വരുന്നവരൊക്കെ എന്നിലുള്ള ആ വെളിച്ചം കാണണം. കർത്താവ്, ഞാൻ ആത്മാവിൽ പറയാൻ നാളുകളായി കത്തിയിരുന്ന വിളക്കുകളൊക്കെ ഇവിടെ എവിടെയോ കെട്ടുപോയിക്കൊണ്ടിരിക്കുക. എവിടെയാ നമ്മൾ കെട്ടുപോയെന്നൊന്ന് ആത്മാവിൽ ഓർത്ത്. കഴിഞ്ഞ പോലെ എണ്ണയില്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്ന കരിന്തിരിയായി മാറുവാണോ ഞാൻ എന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലം എപ്പോഴാണോ അന്ന് എന്നിലുള്ള എണ്ണയുടെ ഫ്ലോ അവിടെ നിൽക്കും. പിന്നെ ആ തിരി മാത്രം കത്തും. എന്നെ തന്നെ ഒന്നും പ്രസിദ്ധമാക്കണം, നല്ലൊരു പ്രസംഗം പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രം കത്തും, എന്നിലൂടെ എണ്ണ വരത്തില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എവിടെ നിന്നാലും പരിശുദ്ധാത്മാവിനിൽ സന്തോഷിക്കണം. എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവിനിൽ സന്തോഷിക്കണം. എന്റെ അകത്ത് നിന്ന് ഒരിക്കലും ആ എണ്ണയും പൊടിയും കലർന്നൊരു തിരിയായി ഞാൻ നിൽക്കരുത്. കർത്താവേ, എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ്, ഞാൻ കത്തി ജ്വലിക്കുന്ന, ഞാൻ ആ എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുന്ന, എപ്പോഴും ആ എണ്ണയ്ക്കകത്ത് തന്നെ ആയിരിക്കുന്ന യോഹന്നാനെ പോലെ കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കാവണം. ആരോ കത്തുന്നതിന്റെ ആ വെളിച്ചത്തിൽ സന്തോഷിച്ചു പോകുന്ന ഒരു ലൈഫല്ല എനിക്ക് വേണ്ടത്. കർത്താവ്, എന്നെ അങ്ങ് കത്തിക്കണം. എന്നിൽ നിന്ന് നീക്കേണ്ടത് എന്താണോ അതെനിക്കൊന്ന് കാണിച്ചു തരണം. എന്നെ തന്നെ ഒന്ന് ഒരുക്കാൻ സഹായിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, വേറെ ആരും നമ്മളെ ഒരുക്കാൻ വരില്ല. നമ്മളും പരിശുദ്ധാത്മാവും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇന്ന് രാത്രി കർത്താവിനോട് പറ, കർത്താവെ, അങ്ങ് വരുമ്പോ പോവാൻ എന്തെങ്കിലും എന്നിൽ തടസ്സമായിട്ടുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണിച്ചു തരണേ കർത്താവെ. ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ആ വെളിച്ചം എന്നിൽ കത്താതിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരണേ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ആ കർത്താവിനോട് പറഞ്ഞ പാട്ടിന്റെ 2 വരി ഒന്ന് പാടിയിട്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്.
സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, അങ്ങേ കാണുവാൻ, അങ്ങേ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്ന് വാഴുവാൻ. എല്ലാരും ഒന്ന് മ്യൂട്ടാക്കാമോ? എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. ഒന്ന് മ്യൂട്ടാക്കിക്കൊണ്ടൊന്ന് ചേർന്ന് പാടാമോ? സിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, പ്രിയോൻ മണാളനെ, ശാലേമിൻ പ്രിയനെ, അങ്ങേ കാണുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്ന് വാഴുവാൻ. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ഒച്ചപ്പാടുകൾ വേണ്ട. ആ നിത്യ വെളിച്ചത്തിൽ ചെന്ന് നിൽക്കുമ്പോഴേ ഒന്നും നമുക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല. മണവാളന്റെ പ്രകാശത്തിൽ പ്രകാശിക്കുന്ന വിളക്കാവണം നമ്മൾ. ഞാൻ പറയട്ടെ, മണവാളന്റെ പ്രകാശത്തിൽ നമ്മുടെ വിളക്ക് കത്തണം. ശഖറാപന, അത് ഈ മണവാളന്റെ വെളിച്ചം അകത്ത് കത്തിയാലേ അതിനോട് ചേർന്ന് കത്താൻ പറ്റത്തുള്ളൂ. സ്വയമായിട്ട് കത്തിക്കഴിഞ്ഞാൽ കത്തത്തില്ല. മണവാളന്റെ വെളിച്ചം നമ്മളിൽ കത്തിയാലേ പറ്റത്തുള്ളൂ. കർത്താവ്, എന്നിൽ ഒത്തിരി കുറവുണ്ട്, എന്റെ വാക്കില് പൊടി പറ്റിയിട്ടുണ്ട്, എന്റെ ചിന്തയിൽ പ്രശ്നം വന്നിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ലെന്ന്. ഇന്നത്തെ എന്റെ ചർച്ച് ലൈഫ് ഒക്കെ സേഫ് ആയിട്ട് പോകും. പക്ഷെ ഒറ്റയ്ക്ക് കർത്താവിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ ഞാനും കർത്താവും മാത്രമായിട്ട് നിൽക്കുമ്പോ കർത്താവ് ചോദിക്കും, ഇന്ന് ഈ ഒരു അവസരം തന്നിട്ട് നീ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചില്ലല്ലോ എന്ന് ചോദിക്കാൻ എനിക്ക് ഇടവരരുത്. നമുക്ക് ആർക്കും ഇടവരാതിരിക്കട്ടെ. വീണ്ടും ഓർമ്മിപ്പിച്ചതല്ലേ, ആ വിളക്ക് കത്തണം, കത്തിക്കൊണ്ടിരിക്കണം, കെട്ടുകെട്ട് പോകരുത്. എന്റെ പ്രെയർ ലൈഫിനെ കെടുത്തിക്കളയുന്ന എന്ത് അന്തരീക്ഷമാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ അത് മാറട്ടെ. വീട്ടിനകത്ത് പ്രാർത്ഥനയുടെ വിളക്ക് കെടുത്തിക്കളയുന്ന, അന്യഭാഷയിലുള്ള പ്രാർത്ഥന ഇല്ലാതാക്കി കളയുന്ന, കുടുംബ പ്രാർത്ഥനയെ തടയുന്ന ഇരുട്ട് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. മക്കൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ലെങ്കിൽ അതിനിടയ്ക്ക് വ്യാപരിക്കുന്ന ഇരുട്ട് മാറിപ്പോകട്ടെ. കുടുംബമായി ഒരുമിച്ച് കത്തട്ടെ കർത്താവേ. കത്താതെ നിൽക്കുന്ന വിളക്കുകൾ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞങ്ങളിലുള്ള വെളിച്ചം അവരും കത്തട്ടെ. ഞങ്ങളിലേക്കുള്ള വെളിച്ചം അവരിലും പകരപ്പെടട്ടെ കർത്താവേ. ഞങ്ങളിൽ നിന്ന് പുക വരാതെ ഞങ്ങളിൽ നിന്ന് വെളിച്ചം വരണം. അവരെ നേടാനുള്ള ഒരു അഭിഷേകം ഞങ്ങളിൽ അധികമായി തരണം കർത്താവേ. ഈ കൂട്ടത്തിൽ, ഈ കൂട്ടായ്മയെ ദൈവം ഈ കാലഘട്ടത്തിൽ ജ്വലിക്കുന്ന ഒരു വിളക്കാക്കണമേ. അനേകരെ കത്തിക്കുന്ന വിളക്കാക്കണമേ. സത്യ വെളിച്ചം, സത്യവചനം സത്യമായി പറയുന്ന കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു കൂട്ടത്തെ ഒരുക്കുന്ന കർത്താവെ, ആവേശമൊന്നുമില്ലെങ്കിലും ആത്മാക്കളെ ഒരുക്കുന്ന ദൈവവചനങ്ങൾ ഇവിടെ മുഴങ്ങട്ടെ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലൂടെ അനേകരിലേക്ക് വെളിച്ചം പകരാൻ ഞാൻ പറയട്ടെ, ഒരു കാലഘട്ടത്തിൽ കർത്താവ് ഉപയോഗിച്ചതാ, കർത്താവിന് വേണ്ടി ശക്തിയോട് നിന്നതാ. കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങൾ കൊണ്ട്, ശാരീരിക രോഗങ്ങൾ കൊണ്ട് എവിടെയൊക്കെയോ അണഞ്ഞു പോയ വിളക്കുകളെ യേശുവിന്റെ നാമത്തിൽ ആത്മാവിലുള്ള ഒരു ജ്വലനം അവരുടെ മേലെ നിമിഷം സംഭവിക്കട്ടെ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച, ഒരു കാലത്ത് എന്നിലൂടെ അനേകർ ഈ വെളിച്ചം കണ്ടതാ, ആത്മാവിന്റെ ജ്വലനം എന്നിലുണ്ടായതാ. ഇന്നെനിക്കത് പറ്റുന്നില്ല, ഞാൻ ആർട്ടിഫിഷ്യലായി പോവാണ്. ആത്മാവിന്റെ ജ്വലനങ്ങൾ എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല, കൃത്രിമമായി പോവാണ്. കർത്താവ്, അങ്ങനെ ഉണ്ടാവാതെ ജെനുവിനായിട്ടുള്ള ഒരു ഫ്ലോ എന്നിലുണ്ടാവാൻ പ്രാർത്ഥിക്കുന്നപ്പോ ഞാൻ എവിടേക്കോ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചു, എന്നെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹിച്ചു, എനിക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. കർത്താവെ ക്ഷമിക്കണേ. പരിശുദ്ധാത്മാവിനല്ലാതെ ഞാൻ അങ്ങിലൊന്ന് മുങ്ങിക്കിടക്കട്ടെ. അങ്ങയുടെ വെളിച്ചം മാത്രം പുറത്ത് കാണട്ടെ. ഞാനൊന്ന് മുങ്ങിക്കിടക്കട്ടെ. അങ്ങയുടെ വെളിച്ചം മാത്രം പുറത്ത് കാണട്ടെ.
എന്നിൽ ഏതെങ്കിലും ഭാഗം അങ്ങിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങൊന്നും കൂടി എന്നെ ഒന്ന് ആ നദിയിലേക്ക് ഇറക്കണമേ, ആത്മനദിയിലേക്ക് ഒന്നുകൂടി ഇറക്കണമേ. എന്റെ നാവാണ് പുറത്തു വന്നതെങ്കിൽ അതിനൊന്നും കൂടി ഇറക്കണം. എന്റെ കണ്ണാണ് പുറത്തു വന്നതെങ്കിൽ ഒന്നുകൂടി ഇറക്കണം. എന്റെ ചെവിയാണ് അതിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ ഒന്നുകൂടി ഇറക്കണം. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണപ്പോ. അശുദ്ധിക്കല്ലല്ലോ, വിശദീകരണത്തിന് തന്നെയാണല്ലോ ഞങ്ങളെ വിളിച്ചിട്ടുള്ളത്. ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണപ്പോ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ആ പാട്ട് ഒന്നും കൂടി ഒന്ന് പാടി നിർത്താം. സിയോൻ ആരും അൺമ്യൂട്ട് ചെയ്യല്ലേ. സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്ന് വാഴുവാൻ. 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 താങ്ക് യു ആന്റി. കർത്താവ് അനുഗ്രഹിക്കട്ടെ.